സ്വർഗ്ഗ നല്ല പിതാവേ, ഇന്ന് പകർന്നേരം അപ്പാ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും അടുത്തു വരുന്നു. മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ചു ബലപ്പെട്ട് കർത്താവ് നിനക്ക് വേണ്ടി ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ പിതാവെ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അപ്പൊ അങ്ങയുടെ മഹത്വമുള്ള കരം ചലിക്കണം, ബലപ്പെടുത്തണമേ, നിലനിർത്തണമേ. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ അലലിയാസത്തെ മാറ്റമില്ലാത്ത വചനം നൽകണമെന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനം നീ നൽകി കർത്താവെ തൃക്കൈ നീട്ടി അലലിയാസത്തെ വൈരികളെ അളലെ ദഹിപ്പിക്കുന്ന കരം ഇന്ന് പകരം ഞങ്ങൾ നടുവിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ശത്രുവിന്റെ ക്രോധത്തെ കെടുത്തിക്കളയുന്ന തൃക്കൈയുടെ പ്രവൃത്തികളെ ഇന്ന് പകരം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അങ്ങനെ ആർക്കർത്ത പ്രവൃത്തികളെ വെളിപ്പെടുവാൻ ആത്മാവിൽ പ്രവചിക്കുവാനും ആ ദൈവപ്രവൃത്തി കർത്താവെ കാണുവാനും തക്കവണ്ണം ഇടപെട്ട് ദൈവത്തിന്റെ മഹത്വമുള്ള പ്രവൃത്തി ഇന്ന് പകരം ആത്മാവിൽ ദർശിക്കുവാൻ കർത്താവെ സഭയെ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലപ്പ അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ വെല്ലുവിളികളെ മാറ്റണം, പോരുവിളികളെ മാറ്റണം, പോരാട്ടങ്ങളെ മാറ്റണമേ. കർത്താവിന്റെ നാമത്തിൽ ഇടപെടുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം തന്നെ. ആമേൻ, 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 ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് പകർന്നേരം കർത്താവിന്റെ സന്നിധിയില വീണ്ടും ഒരുമിച്ച് അടുത്ത് വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ച എല്ലാ നല്ല ദാനങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നമുക്ക് ചില വചനഭാഗങ്ങളെ നമുക്ക് ഇന്ന് പകർന്നേരം നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ചില വചനങ്ങൾ അതിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത് പോലെ എല്ലാം അത് നടത്തപ്പെടുവാൻ കർത്താവിന്റെ കൃപയിൽ അടിയൻ ശരണപ്പെടുകയാണ്. കർത്താവിന്റെ കൃപയിൽ അടിയൻ താഴ്ത്തി സമർപ്പിക്കുകയാണ്. ആമേൻ. സ്തോത്രം. നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഹല്ലേലൂയ. സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം ഇതിന്റെ 11ഉം 12ഉം വാക്യം ഒന്ന് വായിച്ചാട്ടെ. കഴിയില്ല. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഈ 1-ാം ലേഖനം പലവിധ വിഷയങ്ങൾ സ്പർശിക്കുന്ന പൗലോസിന്റെ ഈ ലേഖനത്തില് വളരെ വ്യക്തമായി തൻ്റെ ലേഖനം സ്തോത്രം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ എഴുതിയ സ്തോത്രം കൊരിന്ത് സഭയുടെ അനുഭവങ്ങളെല്ലാം പൗലോസ് നല്ലവണ്ണം അറിഞ്ഞ് കൊരിന്ത്യർക്ക് ഈ ലേഖനം എഴുതുകയാണ്. കൊരിന്തിലെ അനുഭവം എന്ന് പറഞ്ഞാൽ കൊരിന്തിൽ ശക്തമായ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്, ശക്തമായ ആത്മീക ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ ആത്മീക ശുശ്രൂഷകൾ പലതും ഹല്ലേലൂയ ദൈവികമാണോ എന്നുള്ളത് പൗലോസിന്റെ ലേഖനത്തിലൂടെ തെളിയിക്കുകയാണ്. നമ്മുടെ ഇടയിൽ നടക്കുന്ന പല ശുശ്രൂഷകളാകട്ടെ, ആത്മീക പ്രവർത്തനങ്ങളാകട്ടെ, ഇത് ദൈവികമാണോ എന്ന് പരിശോധിക്കേണ്ടത് ഈ കാലഘട്ടത്തിലെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്. അല്ലേ? ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ അത്? ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഈ നാളുകളിൽ നടത്തപ്പെടുന്ന ശുശ്രൂഷകൾ ദൈവാത്മാവിലാണോ, കർത്താവിന്റെ ഹിതപ്രകാരമാണോ നടത്തുന്നത് എന്നുള്ളത് വളരെ പരിശോധിക്കേണ്ട ആവശ്യമാണ്. എന്നാൽ പൗലോസ് ഈ 3-ാം അധ്യായത്തില് നമ്മൾ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പണികളെല്ലാം ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലായിരിക്കണം. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ ആയിരിക്കണം. ആമേൻ. അങ്ങനെയാണ് പൗലോസ് പറയുന്നത്. ആ ഒരു വാക്യത്തെ പിടിച്ചോണ്ട് നിൽക്കരുത്. അധ്യായം മുഴുവൻ എടുത്താലേ ആ വാക്യം എന്താ പറയുന്നത് മനസ്സിലാകത്തുള്ളൂ. ആമേൻ. ആ വാക്യത്തിൽ മാത്രം കടിച്ചു തൂങ്ങിയാൽ ആ പറയുന്നതിന്റെ അർത്ഥം ലേഖകൻ എന്തുദ്ദേശിച്ചോ അതല്ലാതായി പോകും. അങ്ങനെ പാടില്ല. ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു അതിന്റെ പൂർണ്ണ അർത്ഥം വരണമെന്നുണ്ടെങ്കിൽ വായിച്ച വാക്യത്തിൽ അതിന്റെ മുമ്പും പിമ്പും ആ അധ്യായത്തിന് മുമ്പും പിമ്പും എല്ലാം സ്വതന്ത്രം കൃത്യമായി പരിശോധിച്ചാലാണ് നമ്മൾ ഉദ്ധരിച്ച വാക്യത്തിന്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആമേൻ. അങ്ങനെയല്ലാതെ വികലമായ പല വ്യാഖ്യാനങ്ങളും ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. ആമേൻ. കൊരിന്ത് സഭയില് എല്ലാവിധ കൃപാവരങ്ങളും അവിടെ ഉണ്ട്.
മനസ്സിലാക്കണം, എല്ലാവിധ കൃപാവരങ്ങളും ജ്വലിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധിയില്ല. അതാണ് അതിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ കർത്താവിന്റെ കൃപ അവിടെ ജ്വലിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും അവരിൽ സ്തോത്രം ഹല്ലേലൂയ ഇരിക്കുന്ന അശുദ്ധി മാറാതെ, ഉള്ളത്തിന് മാറ്റം വരാതെ, പുറമെ ബാഹ്യ പ്രകടനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കൊരിന്ത് സഭയെ കാണാൻ സാധിക്കുന്നു. ബാഹ്യ പ്രകടനങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ബാഹ്യ പ്രകടനം. അപ്പൊ ചിലർ ഇതുകൊണ്ടാണ് പ്രാർത്ഥിക്കാതിരിക്കുന്നത്. ചിലർ ഇതുകൊണ്ട് പ്രസംഗമില്ല, പാട്ടില്ല, ആരാധന എവിടെ വെച്ചാൽ അവർ പറയും അത് കർത്താവ് പുറമേ നോക്കുന്ന, അകമേ നോക്കുന്നത്. അപ്പോഴോ അത് ഞാൻ ഉള്ളിലാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അത് വേറെ സൂക്കേട്. അതല്ല ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെയുള്ളവരൊക്കെ ശരിക്കും മാനസാന്തരപ്പെടണം. നീ കൃപ അകമേ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പ്രസിദ്ധമാകണം. നിന്നിൽ ഫലമുണ്ടെന്ന് മറ്റുള്ളവർ കാണണ്ടേ, അല്ലേ? ഫലം പുറപ്പെടണ്ടേ? ഫലം പുറപ്പെടാതെയോ? ഹല്ലേലൂയ. അതുകൊണ്ട് ഫലം പുറപ്പെടണം. ഇവിടെ വിഷയം എന്താണെന്നറിയാമോ? ചില പണികൾ കൊരിന്തിൽ നടക്കുന്നുണ്ട്. പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു, ഇത് ക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റെന്തെങ്കിലും പണിതാൽ ആ പണി പരിശോധന വെളിപ്പെടുന്ന ഒരു നാളുണ്ട്. ഇതെല്ലാം കണക്ക് തീർക്കുന്ന ഒരു നാളുണ്ട്. ഇച്ചിരി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധികൾ ഓരോരുത്തരുടെ പണി എന്താണെന്ന് കൃത്യം വെളിപ്പെടും. കൊരിന്ത് സഭയോട് പറയുക, അവിടെ പറയുന്ന അടുത്ത വാക്യം എന്താണ്? നമ്മൾ വായിച്ച വാക്യം എന്താണ്? യേശു ക്രിസ്തു ഇട്ടിരിക്കുന്ന കഴിയുകയില്ല. ശ്രദ്ധിക്കണം, ഇത് തീ പറയുന്ന ഓരോ കാര്യങ്ങൾ ഏതൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞേ. അല്ല, തുറന്നു വാക്കിയല്ല പറഞ്ഞു. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ. അല്ലെ? ഈ മരം, പുല്ല്, വൈക്കോൽ ഇത് മൂന്നും ദഹിച്ചു പോകും, ചാരമാകും. ചാരമാകാത്തതാണ് ആദ്യം കിടക്കുന്നത്. എന്തൊക്കെയാണ്? പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. ഇത് മൂന്നും ഒന്നും സംഭവിക്കരുത്, നിലനിൽക്കും. അപ്പോൾ നിലനിൽക്കുന്ന പണികളുമുണ്ട്, നശിക്കുന്ന പണികളുമുണ്ട്. പൗലോസ് എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് അറിയാമോ? കൊരിന്തിന്റെ അകത്തേക്ക് നോക്കുമ്പോൾ പലരും പ്രസംഗകരുണ്ട്, ശുശ്രൂഷകരുണ്ട്. പക്ഷെ അവരുടെ എല്ലാം ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ക്രിസ്തു വിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റു പല അടിസ്ഥാനങ്ങളും കാണാനിടയാകുന്നുണ്ട്. മനസ്സിലാക്കണം, മറ്റ് അടിസ്ഥാനങ്ങൾ പലതും കാണാൻ ഇടയാകുന്നുണ്ട്. ഇന്ന് ചിലര് കാണിച്ചോണ്ടിരിക്കുന്നത് നമ്മളിപ്പോ വേറൊന്നും നോക്കണ്ട, നമുക്ക് വിടുതലാകുക, ആത്മാവിൽ നിറയുക, വേറൊന്നും അന്വേഷിക്കണമെന്നാ പറയുന്നത്. അങ്ങനെയല്ല പറയുന്നത്. നിനക്ക് സുബോധമുണ്ടാകണം, തിരിച്ചറിവുണ്ടാകണം, ദൈവകൃപയിലാണെന്ന് ഉറപ്പുവരുത്തണം. പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. സുബോധം നമുക്ക് നൽകിയിരിക്കുന്നെങ്കിൽ സുബോധം നമുക്ക് നൽകുന്നതിന്റെ ഒറ്റ ഉദ്ദേശം നാം കൃപയിൽ നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് നല്ല മാതൃകയോടെയായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എന്താണ് ആ വചനം പറയുന്നത്? അവിടെ വായിക്കുന്നത് എന്താണ്? കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അടുത്തത് ആ ദിവസം അതിനെ തെളിവാക്കും. ആമേൻ. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഇത് വെളിപ്പെടുന്നത് ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ വെളിപ്പെടും കേട്ടോ. ഒരു സത്യം ഞാൻ പറയാം, ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരുവൻ ദൈവത്തിനുള്ളതാണോ അല്ലയോ എന്ന് കൃത്യം വെളിപ്പെടും. ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്നിരുന്ന യോഹന്നാനും ഉണ്ട്. കർത്താവിന് അകലം വിട്ട് നിന്ന് പണകാര്യം മാത്രം നോക്കി യൂദായും ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അവന്റെ പണി വെളിപ്പെട്ടത് എപ്പോഴാ? പരിശോധന വന്നപ്പോഴാ. ഒന്നിലും ഉറപ്പില്ലാതെ നിൽക്കുന്ന പത്രോസ് ഇപ്പുറത്ത് നിൽപ്പുണ്ട്. സാത്താൻ പറഞ്ഞു പലവട്ടം, ഹല്ലേലൂയ, പത്രോസോട്, ശീമോനെ സാത്താൻ പലവട്ടം നിന്നെ പാറ്റിക്കളയുവാൻ അനുവാദം ചോദിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ അനുവദിച്ചില്ല. മനസ്സിലാക്കണം, നമ്മുടെ എല്ലാം ജീവിതം കർത്താവിന്റെ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെ ഫയല് കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ആ ഫയൽ തുറക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ മുമ്പിൽ വെളിപ്പെടുന്നുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്തകൾ, തീരുമാനങ്ങൾ, നിരൂപണങ്ങൾ എല്ലാം കർത്താവ് അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. കർത്താവ് ചിലതിനെ കളയാതെ വെച്ചിരിക്കുന്നത്. നിന്നെ കളഞ്ഞാൽ ഒരു പക്ഷേ നീ വിശ്വാസത്തിൽ ഇല്ലാതായി പോകും.
അതുകൊണ്ടാണ് കർത്താവ് പലതും ചെയ്യാതെ വെച്ചിരിക്കുന്നത്. പല സ്തോത്രം ഹാലലിയ തെറ്റുകളും ചെയ്തിട്ട് അതിന് തക്കതായ ശിക്ഷ അനുഭവിക്കാതിരിക്കുന്നതിന് ഒരു കാരണമേ ഉള്ളൂ. എന്താ കാരണം? കർത്താവ് കൃപ ചെയ്യുക. എന്താ? നീ നന്നാകുമെന്ന് വിചാരിച്ച് വീണ്ടും ദീർഘക്ഷമ കാണിക്കുകയാണ്. കരങ്ങൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ദീർഘക്ഷമ കാണിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെ കുറിച്ചും കർത്താവിന് പറയുവാനുള്ളത് കർത്താവ് നേരിട്ട് വന്നാൽ എന്തൊക്കെയായിരിക്കും നമ്മളെ കുറിച്ച് പറയുന്നത്? നമുക്ക് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് പാട്ട് പാടുമ്പോഴും വചനം കേൾക്കുമ്പോഴും വർഷിപ്പ് ചെയ്യുമ്പോഴൊക്കെയും നമ്മൾ കർത്താവിന് ഇപ്പൊ കണ്ടാൽ മതി, ഇപ്പൊ കണ്ടാൽ മതി. കർത്താവിനെ നേരിട്ട് കണ്ടാൽ നീ അവിടെ നിൽക്കുവോ? പലരും കർത്താവിനെ ഇപ്പൊ കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ മനസ്സിലൊരു യേശുണ്ട്. തിരുവെഴുത്ത് പഠിക്കണം, കർത്താവ് ആരാന്നറിയാൻ. ചിലർക്ക് വേദവസ്തു അടച്ചു വെച്ചിട്ടുള്ള യേശുവിനെ അന്വേഷിച്ച് നടക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ പറയട്ടെ, നാളുകളായി പെന്തക്കോസ്തുകളും നമ്മൾ വിശ്വാസ സമൂഹം പറഞ്ഞു യേശു ക്രിസ്തു ഏക രക്ഷകരെന്ന് പ്രസംഗിച്ചു. അവനിലല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ മുമ്പോട്ട് പോയ സമയത്ത് എന്താ സംഭവിച്ചേ? സ്തോത്രം ഹല്ലേലൂയ. ഈ കഴിഞ്ഞ തവണയാണ് എന്ത് സ്തോത്രം പോപ്പ് പ്രസിദ്ധീകരിച്ച് എന്താ മറിയ സഹരക്ഷകയല്ലെന്ന്. എങ്ങനെയുണ്ട്? സഹരക്ഷകയല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. കാര്യം അവര് വീണ്ടും എന്താ പറയുന്നത്? പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുന്നിടത്ത് തന്നെ കിടക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ യാഥാർത്ഥ്യം കേൾക്കണം. യേശുക്രിസ്തു മാത്രം ഏക സത്യ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ഏകരൂപമായി വെളിപ്പെട്ടത് ക്രിസ്തു യേശുവിൽ മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം സൃഷ്ടിയാണെന്ന് പ്രസംഗിച്ചപ്പോൾ മറ്റെല്ലാ മനുഷ്യരും ഇരിക്കുന്നത് കർത്താവിന്റെ യേശുവിന്റെ അമ്മ മറിയ സൃഷ്ടിയാണ്, സഹോദരന്മാരെല്ലാം സൃഷ്ടിയാണ്. അവർക്ക് ദൈവപരിവേഷം കൊടുക്കുന്നത് വചനപ്രകാരം തെറ്റാണെന്ന് ധൈര്യസേനം ആ പോപ്പ് വിളിച്ചു പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോ ഒരു അച്ഛൻ ഇരുന്നുണ്ട്, ഒരു കത്തോലിക്ക അച്ഛനാ. ഞാൻ നോക്കിയപ്പോ ആ വ്യക്തി പറയുന്ന കാര്യം എന്താണ്? പെന്തക്കോസിന്റെ അല്ലെ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം പെന്തക്കോസും ഇവരുടെ വിശ്വാസം തമ്മിലുള്ള വ്യത്യാസം എന്നാന്നുള്ളത് ഇദ്ദേഹം ഇരുന്ന് പറയുക. അപ്പൊ ഞാൻ ആ വീഡിയോ കുറച്ച് ശ്രദ്ധിച്ചപ്പോ ഇദ്ദേഹം പറയുന്നതിൻ്റെ അകത്ത് കാര്യം എന്നാണെന്നറിയാമോ? അതായത് പാരമ്പര്യങ്ങൾ കൈമറിഞ്ഞു വന്ന് സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ആ പാരമ്പര്യങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. അതുകൊണ്ട് ബൈബിൾ അല്ല മുഖ്യം, പാരമ്പര്യമാണ് മുഖ്യം എന്ന് അവര് പ്രസംഗിക്കുന്ന സമയത്ത് പറയുകയും അവർ യേശുവിനെ അറിഞ്ഞ് പാരമ്പര്യത്തിലൂടെ, എന്റെ തിരിച്ചൊരു ചോദ്യം, തിരുവെഴുത്തിലൂടെ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്താതെ അവർക്ക് മറ്റൊരു യേശു അവർക്ക് വെളിപ്പെട്ടല്ലേ? മനസ്സിലാക്കണം. ഇമാതിരിയുള്ള എല്ലാ വഞ്ചനകളും ലോകത്തിൽ എഴുന്നേൽക്കുമ്പോൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് നമുക്ക് യേശു ക്രിസ്തു ദൈവമാണെന്ന് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്ന് പകൽനേരം അവന്റെ കൃപയിൽ നമ്മൾ ആയിരിക്കുന്നത്. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഒന്ന് കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഒന്നും കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഓ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് വായിച്ചേ. മറ്റൊന്നിടുവാൻ ആർക്കും ശ്രദ്ധിക്കണം, മറ്റൊരു അടിസ്ഥാനം ഇടുവാൻ കഴിയത്തില്ല. അടുത്തത് അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അടുത്തത് ശ്രദ്ധിക്കണം, നമ്മുടെ എല്ലാ ജീവിതത്തില് നമ്മളെല്ലാം നേരിടുവാൻ അല്ലെങ്കിൽ നമ്മളെല്ലാം ചെന്ന് നിൽക്കുന്ന ഒരു ന്യായവിധിയുടെ മുമ്പിലുണ്ട്. നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും ഒത്തവണ്ണം ഇവിടെ കേൾക്കാൻ പ്രാപ്തിയില്ല, പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അത്തും വിത്തും എല്ലാം കാണിച്ച് ഇവിടെ ഇരിക്കും. ഇതൊന്നുമില്ലാത്തൊരു ശരീരത്തിലാണെന്ന് ഓർക്കണം നീ ഇതിന്റെ റിസൾട്ട് മേടിക്കാൻ ചെല്ലുന്നത്. മനസ്സിലായോ പറഞ്ഞാന്ന്? മനസ്സിലായ ഒരു ഓർമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തും. നിനക്ക് കുറവുള്ള ശരീരം പറഞ്ഞുകൊണ്ട് കുറവില്ലാത്ത ശരീരത്തിൽ നീ കുറവുള്ള ശരീരത്തിൽ ജീവിച്ചതിന്റെ റിസൾട്ട് മേടിക്കാൻ ചെല്ലുക. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ദൈവസന്നിധിയിൽ വരുവാൻ മനസ്സില്ലാതെ അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് പോലെ കൊടുക്കാതെ പ്രസംഗിക്കേണ്ടത് പോലെ പ്രസംഗിക്കാതെയൊക്കെ ഇരിക്കുന്ന കൊരിന്ത്യരും അവിടെ ന്യായവിധിയുടെ മുമ്പിൽ വരാൻ പോവുകയാണ്. നമുക്ക് ശിക്ഷാവധിയില്ല, നമുക്ക് ന്യായവിധി ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ശിക്ഷാവധി ജാതികൾക്ക്, രക്ഷിക്കപ്പെടാത്തവർക്കാണ് ശിക്ഷാവധി ഇരിക്കുന്നത്. എന്നാൽ ന്യായവിധി നമ്മൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടത് നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ
നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെ കഴിച്ചു എന്നുള്ളതിന്റെ റിസൾട്ട് അവിടെ വായിക്കാൻ പോവുകയാണ് സകല വിശുദ്ധന്മാരുടെ മുമ്പാകെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ എത്ര പേര് നിൽക്കും അവിടെ? എത്ര പേര് അവിടെ ഉറച്ചു നിൽക്കും? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ദിവസത്തിൽ ഞാൻ രാവിലെ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മ വന്നൊരു കാര്യമാണ്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നതിനാൽ അവൻ എടുത്തു കൊള്ളപ്പെട്ടു. അല്ലേ? എത്ര നാളാ? ദീർഘവർഷം, ഒരു ആയുസിന് 3 ഇരട്ടി 300 വർഷത്തോളം ദൈവത്തോടു കൂടെ നടന്നു. അങ്ങനെ ദൈവസ്ഥലം എടുക്കപ്പെട്ടു. ഈ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നത് എത്ര ഒരു കാലഘട്ടം പറയുന്നുണ്ട്. ആ ദീർഘകാലഘട്ടം ദൈവത്തോടു കൂടെ നടന്നു. നമുക്ക് എത്ര പേർക്ക് കർത്താവിന്റെ കൃപയിൽ ഒരു ചഞ്ചലിപ്പില്ലാതെ കർത്താവിന്റെ കൃപയ്ക്കൊത്തോണം നടക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ദൈവാത്മാവ് പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവിന്റെ ഹിതം കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് സ്റ്റെപ്പ് വയ്ക്കുന്ന എത്ര പേരുണ്ട്? ഞാനൊരു കാര്യം പറയാം, ഈ ലോകവും ഇതിന്റെ മോഹം അങ്ങ് അവസാനിക്കും. നാളെ ഈ പകലുണ്ടാകും, നാളെ കഴിഞ്ഞൊരു പകലുണ്ടാകും. ഇപ്പൊ ഇന്ന് ഞായറാഴ്ച, നാളെ തിങ്കളാഴ്ച, അല്ലേ? വരുന്ന ഓരോ ദിവസം നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രോഗ്രാം ചാർട്ട് ചെയ്തേക്ക് ഇപ്പോഴേ. അന്ന് ആ സമയമാകുമ്പോൾ നമ്മൾ ആ പറഞ്ഞതുപോലെ ചെയ്യും. ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇത് ദൈവത്തിന്റെ പ്ലാൻ ആണെങ്കിൽ അത് നടക്കത്തുള്ളൂ. മനസ്സിലാക്കണം. അനേകർ ഇന്ന് പ്ലാൻ ചെയ്തു, അടുത്ത ഞായറാഴ്ച ഈ സമയത്ത് ഈ ഭൂമിയിൽ കാണത്തില്ല ചിലര്. എന്താ കാരണം? പലരും പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് ദൈവത്തിന്റെ പ്ലാനുമായിട്ട് ഒത്തുപോയില്ല. ഹല്ലേലൂയ. എന്താണ് ഇവിടെ മനസ്സിലാക്കണം? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നാം ദൈവസന്നിധിയിൽ ചെന്ന് നാം ചെയ്ത നമ്മുടെ പണി ഒന്ന് പരിശോധിച്ച ആ പണി എന്തായിരിക്കും? ഞാനിത് പറയാൻ കാരണം എന്നാണെന്നറിയോ? വേറൊരു വിഷയം ഇത് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയം ഞാനിപ്പോൾ ചിന്തിക്കാനും സംസാരിക്കാനും കാരണമാകുന്നത്. അവിടെ വായിക്കുന്നു, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നുവെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. അല്ലേ? 14-ാം വാക്യം എന്താ വായിക്കുന്നത്? ശ്രദ്ധിക്കണം, നിലനിൽക്കും എങ്കിൽ. അപ്പൊ നിലനിൽക്കുന്ന പ്രവൃത്തി ഉണ്ട്, അല്ലേ? നമ്മളെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇപ്പൊ ഒരു കുടുംബത്തിന്റെ വ്യവസ്ഥയായിരിക്കുന്നു. അപ്പനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ ഇരിക്കുന്ന സമയത്ത് അപ്പോസ്തലൻ ശക്തമായി പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ മറ്റൊരുവന്റെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കരുത്. മറ്റൊരുവന്റെ വിരുദിന് നിങ്ങൾ തടസ്സം നിൽക്കരുത്. മറ്റൊരുവന്റെ കിരീടം നിങ്ങൾ അപഹരിക്കരുത്. ഇതൊക്കെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്ന പല മേഖലകളും നമുക്ക് ലേഖനങ്ങളിൽ കാണാൻ സാധിക്കും. എന്താ കാരണം എന്നറിയാവോ? മറ്റൊരുവൻ, അതായത് അവനും കർത്താവിന്റെ കൃപയ്ക്ക് വിളിക്കപ്പെട്ടവനാണ്, അവൻ ഓടുമ്പോൾ നിന്റെ അനാവശ്യമായ ഭാരങ്ങളും പ്രശ്നങ്ങളും നിന്റെ ചതിമോഹങ്ങളും നിമിത്തം മറ്റൊരുവൻ കൃപയിൽ വിളിക്കപ്പെട്ട അവനെ നീ മുഖാന്തരം വഷളാക്കാനോ അശുദ്ധമാക്കാനോ പാടില്ലെന്ന് വ്യക്തമാക്കി വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ ഒത്തിരി ഉണ്ട്. അതൊന്നും എടുക്കാൻ ഇപ്പൊ എനിക്ക് ടൈമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാര്യം, മറ്റൊരുവനെ കുറിച്ച് അശേഷം ചിന്തയില്ലാത്ത ഒത്തിരി പേര്, അവരനെ കുറിച്ച് ചിന്തയില്ലാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവര്, സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവര്, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് കാരണം? ഹല്ലേലൂയ. വായിച്ചേ. ശ്രദ്ധിക്കണം, ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന്. അടുത്തത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, കർത്താവ് കൃപയാൽ ഒരുവനെ വിളിച്ചെങ്കിൽ അവൻ രക്ഷ പ്രാപിക്കും. പക്ഷെ പ്രതിഫലം ഒന്നും കാണൂല. പ്രതിഫലം മേടിക്കുന്നവരുടെ മുന്നിൽ പ്രതിഫലമില്ലാത്ത നീ പോയി നിൽക്കേണ്ടി വരുമെന്ന്. ഇവിടെ ഇന്ന് ഹല്ലേലൂയ, കയ്യിലെ സമ്പത്തുള്ളവൻ ഇല്ലാത്തവനെ നോക്കി പുച്ഛിക്കുന്നു, അല്ലേ? നല്ല വീടുള്ളവൻ നല്ല വീടില്ലാത്തവനെ നോക്കി പുച്ഛിക്കുന്നു, നല്ല വണ്ടി ഉള്ളവൻ നല്ല വണ്ടി ഇല്ലാത്തവനെ നോക്കി പുച്ഛിക്കുന്നു.
ഹല്ലേലൂയ. അപ്പോ ഇല്ലാതിരിക്കുന്നവൻ ഉള്ളവനെ നോക്കിയിട്ട് എന്നാ കാണിക്കുന്നു? പല കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലജ്ജ തോന്നുന്നു അല്ലേ? കാരണം ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് അധ്വാനിക്കണം, സമ്പാദിക്കണം, ഇവിടെ ഉറപ്പുള്ള ഒരു അളലിയാസ ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് വെച്ച് അല്പകാലമുള്ള ഈ ആയുസ് വെച്ച് നിലനിൽക്കുന്ന രാജ്യം, നിലനിൽക്കുന്ന ഒരു ജീവിതത്തെ മറന്നുകൊണ്ട് ഈ ആയുസിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ സഭയ്ക്കകത്ത് കയറി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് പ്രതിഫലം മേടിക്കാൻ നിൽക്കുമ്പോൾ പ്രതിഫലം മേടിക്കുന്നവരെല്ലാം ഈ ലോകത്തിൽ കർത്താവിന്റെ വചനപ്രകാരം ജീവിച്ച് ജയിച്ച് ദൈവസന്നിധി ചെന്നവരാന്ന് ഓർക്കണം. അവർ പ്രതിഫലം മേടിക്കുമ്പോ ഞാനൊരു കാര്യം പറയാം, ഒരു വീട്ടിൽ ഭക്തിയോടെ ഒരു വ്യക്തി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അവർക്ക് മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ മക്കളും ഭാര്യയും ലജ്ജിച്ചു പോകും. അപ്പൻ വീട്ടിൽ ഭക്തിയോടെയാണ് ജീവിച്ചത് അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ മക്കൾ ലജ്ജിച്ചു പോകും. ഒരു വീട്ടിൽ അമ്മയുണ്ടെങ്കിൽ ആ അമ്മ ദൈവകൃപയിൽ വളർന്നു, ഹല്ലേലൂയ, മുമ്പോട്ട് യാത്ര ചെയ്തു, പല പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിച്ചു. ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുന്ന അനുഭവങ്ങളെല്ലാം ജീവിതത്തിൽ വന്നപ്പോഴും കൃപയിൽ നിലനിന്നു. അങ്ങനെ ദൈവസന്നിധി ചെല്ലുമ്പോൾ ഭാര്യ ദൈവസന്നിധി മാനിക്കപ്പെടും. അവരോടുകൂടെ ജീവിച്ചവനൊക്കെ അല്ല മക്കളും ഭർത്താവ് ഉൾപ്പെടെ എല്ലാവരും ലജ്ജിക്കാനിടയായി തീരും. മക്കൾ ദൈവകൃപയിൽ വളർന്നു, അപ്പനോ അമ്മയോ ദൈവകൃപയിൽ വന്നില്ല എന്നും പറയും ഉണ്ടുവേണ്ടി വരുന്ന പോലെ വന്നുകൊണ്ടിരുന്നു, ഒരു ഗുണം ഉണ്ടായില്ല. ദൈവസന്നിധി ചെല്ലുമ്പോ മോനെ 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 എന്ന് വിളിച്ച് പുറകെ കൂടുന്ന അപ്പനും അമ്മയും അവിടെ ചെന്ന് കഴിയുമ്പോ എന്നാ സംഭവിക്കും അറിയോ? എന്ത് സംഭവിക്കും? മക്കൾ പ്രതിഫലം മേടിച്ച് ഉന്നതികളിൽ ഇരിക്കുമ്പോൾ ആളുകൾ അവിടെയും ചെന്ന് പുറകിലിരിക്കും, ലജ്ജിച്ചു പോകാൻ ഇടയായി തീരും. ഇതൊക്കെ അവിടെ സംഭവിക്കും കേട്ടോ. അതുകൊണ്ട് ഞാനൊരു കാര്യം വീണ്ടും പറയാം, കൃപയ്ക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ ആരായിരുന്നാലും അവന്റെ വിരുദ്, അവന്റെ അവകാശം നശിക്കുവാൻ നീ ഒരു വിധത്തിലും പ്രവർത്തിക്കരുത്. നിന്റെ ഒരു വാക്കു മതി ചിലരെ തകർക്കുവാൻ, നിന്റെ ഒരു നോട്ടം മതി മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുത്തുവാൻ, നിന്റെ ജലസ്തോത്രം ദുശാഠ്യമുള്ള ചില തീരുമാനങ്ങൾ മറ്റുള്ളവരെ കലക്കിക്കളയാൻ ഇടയാകോ. മനസ്സിലാക്കണമേ, നീ ആരെ കലക്കുന്നോ, നീ ആരെ കഷ്ടപ്പെടുത്തുന്നോ, നീ ആരെ വേദനിപ്പിക്കുന്നോ അവൻ ദൈവ വൈതലായിരിക്കുന്നു. ഇതിനൊക്കെ കണക്ക് ബോധിപ്പിക്കുവാൻ നീ ദൈവസന്നിധി നിൽക്കേണ്ടി വരുമെന്ന് മറന്നു പോകരുത്. ഇന്ന് ന്യായവിധിയെ കുറിച്ച് ഒരു അക്ഷര സഭകളിൽ പറയുന്നില്ല. ന്യായവിധിയെ കുറിച്ച് പറയണം, അത് പറയണം, അതിന് ഗ്രാഹ്യം വന്നേ മതിയാകത്തുള്ളൂ. അപ്പൊ ഒരു കാര്യം മനസ്സിലായോ? ഒരു ന്യായവിധി ഉണ്ട്. ഹല്ലേലൂയ, ഒരു ന്യായവിധി ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. 3:1 വാക്യം വായിച്ചേ. ഞാനൊരു കാര്യം അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ അങ്ങോട്ട് പറഞ്ഞേക്കാം. കേസ് ഇപ്പൊ 3-4 ഇനി ഉറങ്ങിയ കേസ് ഇനിയും കൂടും കേട്ടോ. ഒരു ദൂത. ആമേൻ, സ്തോത്രം. ഉറക്കം പോകുമാറ് ദൈവം ഇടപെടുക ഇടയെത്തിരും. വായിച്ചോ, സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക്. ശ്രദ്ധിക്കണം, ഒരു കൃപയിൽ ഇരിക്കുന്ന ഒരു ദൈവദാസൻ ഒരു സഭയ്ക്കകത്തേക്ക് ചെന്നാൽ അവിടെ പലരും ഇരിപ്പുണ്ട്, അവരെല്ലാം ആത്മീകരല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. മുമ്പിൽ വെള്ള ഷർട്ടും ക്ലീൻ ഷേവ് ഇട്ട് ഫ്രണ്ട് വന്നിരുന്ന് ഉറങ്ങുന്ന കണ്ടാൽ മനസ്സിലാക്കണം ആത്മീയനല്ലെന്ന്. അപ്പോൾ വന്ന് എല്ലാരോടും കൃപ, എല്ലാരോടും എന്താ പറയുന്നത്, നല്ല ആത്മീയരോടെന്ന പോലെ സംസാരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് യോഗ്യത ഉണ്ടോ എന്നും കൂടെ നോക്കണം. ചില സഭകളുടെ അകത്ത് ചെന്ന് ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടോ പ്രാർത്ഥിക്കാനായിട്ടോ ചെല്ലുമ്പോ അവിടെ വെളിപ്പെട്ട് വരുന്ന ചില വിഷയങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഹല്ലേലൂയ. ഫ്രണ്ട് വന്നിരിക്കുക, വർഷങ്ങളായിട്ട് സ്നാനപ്പെടാത്ത ചില ഗുരുക്കന്മാര്, ഹല്ലേലൂയ, സ്നാനപ്പെടുന്നില്ല. 10-15 വർഷമായി സഭയ്ക്കകത്ത് കൂടുന്നു, ഭാര്യ വിശ്വാസത്തിലുണ്ട്, ഭർത്താവ് എല്ലാ സഭായോഗത്തിലുണ്ട്, ആള് മഹാനന്ദിയില്ല, സ്നാനപ്പെട്ടിട്ടില്ല. ഇച്ചിരി കൂടെ പരിശോധിച്ചു കഴിഞ്ഞാൽ കേൾക്കാം, പുള്ളിക്ക് ഈ സ്വഭാവം ഉണ്ട്. ഇടയ്ക്ക് ഇച്ചിരി അടിക്കും, ഇടയ്ക്കൊന്ന് വലിക്കും, പിന്നെ ഇടയ്ക്ക് ചില വേറെ ഉള്ള ദുർഭാഗമുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. ഞായറാഴ്ച കൃത്യമായിട്ട് സഭായോഗത്തിന്റെ അകത്ത് വരും. ഇങ്ങനെയുള്ള അഭക്തന്മാരും അനാത്മീകന്മാരും സഭയിലുണ്ടെന്ന് പൗലോസിന് നല്ലപോലെ അറിയാം. മനസ്സിലായോ? അതുകൊണ്ട് പൗലോസ് പറയുന്ന കാര്യം ശ്രദ്ധിച്ചേ. ഇവിടെ വായിക്കുന്നു, എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട്
ആത്മീകന്മാരോട് എന്ന പോലെ അല്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഒരു കാര്യം ഒരു സഭയിലാകട്ടെ കൂട്ടായ്മയിലാകട്ടെ നമ്മൾ ആദ്യം വിവേചിക്കണം, ഇവൻ ആത്മീകനാണോ ജഡീകനാണോ. ഒരു സ്തോത്രം കേട്ടതുകൊണ്ടോ പ്രാർത്ഥന കേട്ടതുകൊണ്ടോ ഒരു പാട്ട് പറഞ്ഞുകൊണ്ടോ 10 മിനിറ്റ് സ്തോത്രം ഹാളി എന്തെങ്കിലും ഒരു വചനം പറഞ്ഞുകൊണ്ടൊന്നും ഒരുവൻ ആത്മീകനാകല്ല. മനസ്സിലാക്കണം, ആത്മീകനാണോ എന്ന് വിവേചിച്ചു മനസ്സിലാക്കണം. വായിച്ചേ. അപ്പോ ഈ ജഡികന്മാരാരാ? ക്രിസ്തുവിൽ ശിശുക്കളാണ്. കാരണം എന്നാണെന്നറിയാം, ഇവരാരാണ് കൃത്യം അറിയാം. ഇവരോട് വചനത്തിൽ നിന്ന് ആഴമുള്ള കാര്യം പറഞ്ഞ് ഇരുന്ന് ഉറങ്ങും. എത്ര വർഷമായി സഭയിൽ വന്നിട്ട്? 15-20 വർഷമായി. ആത്മീയ കാര്യം മർമ്മങ്ങളെ കുറിച്ച് വരുമ്പോൾ ഉറങ്ങും. വായിക്കോട്ട വിടും, അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും, തലയെ ചൊറിയും, വാച്ച് നോക്കും. മനസ്സിലാക്കണം, ആള് ജഡീകനാണെന്നേ. അവന്റെ ക്ലീൻ ഷേവ് നോക്കി ഒന്ന് അടുപ്പിച്ചേക്കരുത്, വെള്ളത്തോട്ട് നോക്കൊന്ന് അടുപ്പിച്ചേക്കരുത്. ആള് ജഡീകന. കാരണം എന്നാണെന്നറിയാവോ, സഭയ്ക്കകത്ത് ഇത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കണം. ഞാനൊരു കാര്യം പറയാം, 2025 ഇങ്ങനെയൊക്കെ പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങ് കാര്യങ്ങളൊക്കെ അങ്ങ് എക്സ്ക്യൂസ് ആയിട്ട് കൊടുത്തങ്ങോട്ട് കാര്യങ്ങളൊക്കെ കെട്ടഴിച്ച് വിട്ടാ പോലെ. നമ്മൾ 2025 ഞാൻ പറയും, 2025 കഴിഞ്ഞ് 3000 കഴിഞ്ഞാലും 4000 കഴിഞ്ഞാലും ശരി, കർത്താവിന്റെ രാജ്യത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പിൽ ന്യായവിധി വരുമ്പോ അറിയാം അനുസരിക്കുന്നവനും അനുസരണം കെട്ടവനും തമ്മിലുള്ള വ്യത്യാസം. കർത്താവിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചേ. ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ. ശ്രദ്ധിക്കണം, കർത്താവ് ഇടപെടുന്നത് എങ്ങനെ? ഇത് ശ്രദ്ധിക്കണേ. നമ്മൾ ഒരു സഭയിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പല എനിക്ക് ഒത്തിരി ഇടത്തുന്ന അനുഭവമുണ്ട്. പല വചനങ്ങളും എടുത്ത് ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചൊരുങ്ങി ചില സഭകളിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭവനത്തിലായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആ വചനം ഒന്നും തരത്തില്ല. വളരെ ലൈറ്റായിട്ടുള്ള വിഷയം മാത്രം എടുക്കുവാൻ പരിശുദ്ധാത്മ ഇടപെടും. അതിന് ചുവട് പിടിക്കുന്ന പാസ്റ്റർമാരും ഉണ്ട് കേട്ടോ, ഒത്തിരി പേര്. അവർ പറഞ്ഞു നമ്മൾ അത്ര കട്ടിയൊന്നും പറയണ്ടെന്നേ. എത്ര വർഷം, 10-50 വർഷം സഭയോ വിശ്വാസ ജീവിതത്തിൽ വന്നവന്റെ വീട്ടില് ഒരു കൂട്ടായ്മ നടത്തി കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ നടക്കണ കാര്യം പറയുന്നത്. നമ്മൾ അത്ര കട്ടിയായിട്ടൊന്നും പറയണ്ടെന്ന്. പിന്നെ നീ എന്നാ ഇതൊക്കെ നീ പ്രാപിക്കുന്നേ? അതൊന്നും ചെയ്യണം. നമ്മളൊക്കെ ഒരു ബിസിനസ് അല്ലേ ചെയ്യുന്നത്, അല്ലേ? എല്ലാ ബിസിനസ്സും പൊളിക്കുന്നൊരു ദിവസമുണ്ട്, എല്ലാ പ്ലാനും പൊളിഞ്ഞടുങ്ങുന്ന ദിവസമുണ്ട്. ഞാനൊരു കാര്യം പറയാം കേട്ടോ, ഇത് പറയുന്നതിലൂടെ പറയാം. സത്യവചനം പറയാതെ കൈവിടപ്പെട്ടു പോകുന്ന പാസ്റ്റർമാർ ഇവിടെ കിടക്കുമ്പോ അവന്റെ ഉപദേശം കേട്ട് അവന് സ്തോത്ര കാഴ്ചയും കൊടുത്തവന് ഇവിടെ കാണും. ദൈവസഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ പാസ്റ്റർമാരെ, ഈ ജനം പോകാതെ നിന്റെ പുറകെ വാക്കത്തിയും കോടാലിയും AK-47 വരുന്ന ദിവസമുണ്ട്. നിന്നെ കാണുമ്പോ വഴിച്ച് അടിച്ചിട്ട് അടിക്കുന്ന ദിവസം. എന്നാ കാരണമെന്നറിയാവോ? നീ പ്രസംഗിച്ച് നിന്റെ പ്രസംഗം കേട്ട അങ്ങ് ചെല്ലൂന്ന്. ഇവിടെ സുഖം അവിടെ സുഖം. നീ പോയില്ല, നിന്നെ കാണും പറയാം. നീ അവന്റെ കാശൊക്കെ നല്ലപോലെ സമ്പാദിച്ചു വെച്ചോ, ഇത് കഴിയുമ്പോ നല്ലൊരു ഹെലികോപ്റ്ററൊക്കെ മേടിച്ച് രാജ്യം വിട്ടു പോകാൻ നോക്കിക്കോളുക, അല്ലേ? വചനത്തിലൊരു കണ്ട് മലപ്പാറകളും ഗുഹകളിലും പോയി അന്നുള്ളവരെല്ലാം വെച്ചിട്ട് പറഞ്ഞു, മലകളോടും പാറകളോടും എന്റെ മേൽ വീഴുമെന്ന് പറയും, മൂടുമെന്ന് പറയും. അതുകൊണ്ട് അറിയാവുന്ന നല്ല മലയും കുന്നും ഗുഹയൊക്കെ കണ്ടിപ്പോഴേ വെച്ചോ. മീറ്റിങ്ങിന് പോകുമ്പോ കാര്യം സ്വർഗത്തിൽ പോകുന്നില്ലെങ്കിൽ അതൊക്കെ നോക്കി വെച്ചോളാം. ഒരു ദൈവാസം പ്രസംഗിച്ച, അമേരിക്കയിൽ ഒരു ദൈവാസം പ്രസംഗിച്ചതാ. അളലിയ, നിങ്ങൾ കൃപയിൽ അല്ല വീണ് പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ഏറ്റവും നല്ലൊരു വണ്ടി മേടിക്കണം. ഏതാ ഏറ്റവും വില കൂടിയ വണ്ടി എന്നുള്ളതല്ല, ഏത് ടെറൈനെയും ഓവർകം ചെയ്യുന്ന ഒരു വാഹനം മേടിക്കണം. അതുപോലെ ഭൂമിക്കടിയിൽ ഒരു വീട് പണിയാൻ നോക്കിക്കോണം. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി എന്നാ കാണിച്ചോണം, ആയുധങ്ങളും കാര്യങ്ങളെല്ലാം മേടിച്ച് ഒരുങ്ങിയിരുന്നോണം. മഹോദരത്തിൽ കടന്നു പോകണ്ടേ? പറഞ്ഞു കൊടുക്കുക. കാരണം എന്നാന്നറിയാവോ, ഇന്നത്തെ ഈ പോക്ക് കണ്ടാൽ അറിയാം, ആത്മീക ശിശുക്കളുടെ വലിയൊരു നിരയാണ് സഭയ്ക്കകത്തിരിക്കുന്നത്. ആത്മീക ശിശുക്കളുടെ വലിയൊരു നിര സഭയ്ക്കുള്ളിൽ. അതാ ഇന്നത്തെ ടൈറ്റിൽ കേട്ടോ, ആത്മീക ശിശുക്കളുടെ വലിയ ഒരു നിര സഭയ്ക്കുള്ളിൽ. വേണ്ട, അവിടെ എഴുതിക്കോ. ആത്മീക ശിശുക്കളുടെ വലിയ ഒരു നിര സഭയ്ക്കുള്ളിൽ. ആമേൻ, ഹല്ലേലൂയ. എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയാവോ? നമ്മൾ ആ വാക്യം വായിക്കുമ്പോ അവിടെ വായിക്കുന്ന എന്താണ്? ക്രിസ്തുവിൽ ശിശുക്കളായവരുടെ എന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. അടുത്ത വാക്യം ശ്രദ്ധിക്കണം, ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. അടുത്തത് ശ്രദ്ധിക്കണം, ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിവായില്ല. ആമേൻ, കഴിവില്ലായിരുന്നു, ഇപ്പോഴും
ഇതാണ് പല സഭകളുടെ അകത്ത് ചെല്ലുമ്പോൾ ആത്മീകമായ മർമ്മങ്ങളെ പറയുമ്പോൾ ജനത്തെ കുലുക്കമില്ല, അവരിങ്ങനെ ഇരിക്കുക. വചനം പറയുമ്പോൾ സ്തോത്രം അവരെ അത് സ്പർശിക്കുകയോ ദൈവത്തിന് മഹത്വം കൊടുക്കുകയോ ചെയ്യാതെ ഏതെങ്കിലും സഭയിലുള്ള വിശ്വാസികൾ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കണം, അവർ ആത്മീക ശിശുക്കളാണ്. അവർക്കിന്നും പാല് കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളാണ് കൂടുതൽ. മനസ്സിലാകുന്നോ? കുറെ പാൽ സൊസൈറ്റികൾ അവിടെ എല്ലാം തുടങ്ങിയിട്ടുണ്ട്. IPC ചർച്ചയോടെല്ലാം പാൽ സൊസൈറ്റികൾ എന്നാ ഇന്നും പാല് കൊടുത്തോണ്ടിരിക്കുക. കട്ടിയായത് കൊടുക്കാനോ? ഹാളല്ലോ. ദേവദാസന്മാരിൽ പലരും, വിശ്വാസികൾ പലരും കട്ടിയായത് വചനങ്ങളെ പ്രാപിച്ച് ബലപ്പെട്ട് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. അങ്ങനെ കാടടച്ച് പറയാൻ പാടില്ലല്ലോ. സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒത്തിരി ദൈവദാസന്മാരും ആ വചനത്തിൽ ആഴത്തിലെ സത്യങ്ങളെ ഗ്രഹിച്ചിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ തന്നെ വർഷങ്ങളായിട്ടും വചനം ഗ്രഹിക്കാനില്ലാതെ രണ്ടാം തലമുറയും മൂന്നാം തലമുറയൊക്കെ ഭൂമിക്ക് ഭാരമായിട്ട് നിൽക്കുന്ന പറയണമുണ്ട്. അങ്ങനെ പറയാനേ പറ്റുള്ളൂ. കാര്യം എന്നാന്നറിയാവോ? കാലം നോക്കി ഉപദേഷ്ടാക്കന്മാരായിരിക്കണം മൂന്നാം തലമുറ, നാലാം തലമുറ. മനസ്സിലാക്കണം, ഇപ്പോഴും പണത്തിന്റെ പുറകിൽ നിന്ന് വിട്ടിട്ടില്ല. ചോദിച്ചപ്പോഴും പണം വേണ്ട മിനിസ്റ്റർ ചെയ്യാൻ. ശരിയാ, നീ പണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് മിനിസ്റ്റർ തിന്നുന്നത്? അകത്തേക്ക് അല്ലേ? ശാപ്പാട് മാത്രം നടക്കുന്നുണ്ട്, വേറെ ഒന്നും നടക്കുന്നില്ല. അതാ ചിലരുടെ മിനിസ്ട്രി. കാശുണ്ടാക്കുക, ശാപ്പാടടിക്കുക, ഇതാണ് ചിലരുടെ മിനിസ്ട്രി. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്നവരാണ് ഒത്തിരി പേര്, അല്ലേ? വായിച്ചേ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ട്. ശ്രദ്ധിക്കണം, കൊരിന്തിലെ അവസ്ഥയാണ് പറയുന്നത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാളുകൾ കഴിഞ്ഞ് അവിടുത്തെ അസ്തോത്രം ആത്മീക മർമ്മങ്ങളെ സംസാരിക്കുമ്പോൾ ജനത്തിന് മനസ്സിലാകുന്നില്ല. ഇന്ന് ഒരുമാതിരിപ്പെട്ട സഭകളുടെ അകത്ത് അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ദൂത് പറയണം, പ്രവചിക്കണം, അതുപോലെ കാലോചന. ഈ കുഞ്ഞുങ്ങൾ പറയുന്ന എന്നാ പറയാ? കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന ആ ലിസ്റ്റിന്റെ അകത്ത് 70-കാരനോ 60-കാരനോ 80-കാരനോ ഉണ്ടെന്ന് ഓർത്തോണോ? അതാ കുഞ്ഞുങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത്. ആ ശിശുക്കള് അല്ലേ? ഈ ശിശുക്കള് ഈ 80 വയസ്സുള്ള ശിശു, 70 വയസ്സുള്ള ശിശു, 60 വയസ്സുള്ള ശിശു ഇപ്പോഴും ഇരിക്കുക. അവര് പറയുന്നതാണ് ഇവിടെ ഒന്ന് ദൂത് പറയണം, പിന്നെ ഞങ്ങളുടെ കുറവൊന്നും പറയരുത്, ഞങ്ങൾ കുറവുള്ളതായിട്ടൊന്നും പറയരുത്. കുറച്ചും കൂടെ നമ്മളൊരു ചോദ്യം കൂടെ അപ്പച്ചാ അഭിഷേകം പ്രാപിച്ചോ? ഇല്ല. എത്ര വർഷമായി വന്നിരിക്കുന്നത്? അഭിഷേകം പ്രാപിച്ചോ? ഇല്ല. എന്നതിനാ പ്രാർത്ഥിക്കുന്നത്? ഭയങ്കര തോള് വേദന, ഒന്ന് പ്രാർത്ഥിച്ച പാസ്റ്ററെ. എങ്ങനെയുണ്ട്? 80 വയസ്സുള്ള ശിശു, 70 വയസ്സുള്ള ശിശു, അല്ലെ 60 വയസ്സുള്ള ശിശു. ആമേൻ. മക്കളുടെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുന്ന മാതാപിതാക്കന്മാർ. ചോദ്യം ഒന്ന്, അച്ചായ അഭിഷേകം പ്രാപിച്ചോ? ഇല്ല. ആന്റി അഭിഷേകം പ്രാപിച്ചോ? ഇല്ല. വിദേശത്ത് പോയിരിക്കുന്ന സഹോദരൻ വെച്ചോ, മോനെ നീ അഭിഷേകം പ്രാപിച്ചോ? ഇല്ല. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എനിക്കിന്ന് പ്രാർത്ഥിച്ച് രണ്ടിലൊന്ന് അറിയണം, തീരുമാനം അറിയണം. ഇവര് പ്രതീക്ഷിക്കുന്ന യേശു ഏതാണ്? ഇവരേത് കർത്താവിനെയാണ് ഇവർ നോക്കുന്നേ? ഏത് കർത്താവിനെയാ നോക്കുന്നേ? വായിച്ചേ, തുടർന്ന് ആ വായിച്ച വാക്യം ഒന്നും കൂടെ വായിച്ചേ. അപ്പോ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കാൻ, നമ്മൾ കട്ടിയായ വചനം കൊടുക്കാൻ നേരത്ത് നമ്മളോട് പരിശുദ്ധാത്മ എവിടെ വിടും? മക്കൾക്ക് പ്രാപ്തിയില്ല, അതുകൊണ്ട് സാധനം കുറച്ച് തന്നെ കൊടുത്തോ. അതിന് പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന പാസ്റ്റർമാർ അവർ പറയും നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയണമെന്നേ. ഒരിക്കൽ ഒരു സഹോദരൻ വചനത്തിലെ ആഴങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, എന്റെ പേര് വിൻസെന്റ് എന്നാണല്ലോ, എന്നോട് പറഞ്ഞ കാര്യമാണ്, എന്റെ വിൻസെന്റ് മനുഷ്യന് മനസ്സിലാകുന്ന വല്ലതും എന്റെ വിൻസെന്റ് മനുഷ്യന് മനസ്സിലാകുന്നത് വല്ലതും പറയാം. ഞാൻ പറയാം ഒരു കാര്യം, ആ 2 കുടുംബം ഇന്ന് ഭൂമിയിലില്ല. ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. കർത്താവ് വിളിക്കുമ്പോൾ വിളി അനുസരിച്ച് നമ്മളിൽ പ്രതികരണം വരണം. അങ്ങനെ ഒരു പ്രതികരണം നടന്നില്ല. വിൻസെന്റ് പറഞ്ഞാൽ എന്താ പറഞ്ഞ? അത് മനസ്സിലാകുന്നത് വല്ലതും വിൻസെന്റ് പറയണമെന്ന്. എന്താ അദ്ദേഹം പറഞ്ഞത്? വചനത്തിൽ ആഴമായ കാര്യങ്ങൾ പറയുമ്പോൾ ഈ മനുഷ്യന് മനസ്സിലാകുന്നില്ല. വിശ്വാസത്തിൽ ജനിച്ച വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തിയുടെ അപ്പൻ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ്. ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം ശക്തമായി പ്രസംഗിച്ച് നടന്ന ഒരു വലിയൊരു ദൈവദാസന്റെ മകനാണെന്ന് ഓർക്കണം.
ആ വ്യക്തി പറയുന്ന, വിൻസെന്റ്, മനുഷ്യന് മനസ്സിലാകുന്നത് വല്ലതും പറയാ. ആ വ്യക്തിക്ക് മനസ്സിലാകുന്ന കാര്യം എന്നാണെന്നറിയാവോ? ഇന്ന് നിന്റെ അവസ്ഥ മാറാൻ പോവുകയാണ്, ഇന്ന് നിന്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. ഇപ്പൊ ക്രിസ്തുവേശുകൾക്ക് ഒരു ശിക്ഷാവധിയില്ല. അതിന് അവൻ പറയുന്ന വ്യാഖ്യാനം, ഇന്ന് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നില്ലേ, ഇനി എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ പോകുന്നിടമെല്ലാം നേടും, ഞാൻ പ്രാപിക്കും, ഉയരും, എല്ലാം ചെയ്യുമെന്ന് വിശ്വസിച്ച് അവസാനം ഇപ്പൊ ആള് കുടുംബസമേതം പെട്ടിക്കത് തീർന്നു. കർത്താവ് പ്രതീക്ഷിക്കുന്ന ഫലം പ്രതീക്ഷിക്കുവാൻ കർത്താവ് ഇറങ്ങി വരും തോട്ടത്തിൽ. തക്ക കാലത്ത് ഫലം കായ്ക്കണം കേട്ടോ, തക്ക കാലത്ത് ഫലം കായ്ക്കണം. ചിലത് ഫലമില്ല, ചിലത് ഫലമില്ല. ഇവിടെ ആത്മീകത്തിൽ മനസ്സിന്റെ കൊരിന്തിൽ വരുന്ന പൗലോസ് കൊരിന്ത്യരെ നല്ലപോലെ മനസ്സിലാക്കി. അവർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ്, എനിക്ക് നിങ്ങളോട് ആത്മീകരോടെന്ന പോലെ എണ്ണാൻ പറ്റത്തില്ല. കാരണം ആത്മീകരാണെങ്കിൽ ആത്മീകമായ മർമ്മങ്ങൾ പറയുമ്പോൾ ഗ്രഹിച്ച് അതിന്റെ നിലവാരം സൂക്ഷിക്കുന്നവരാണ് ദൈവമക്കൾ. പക്ഷെ കൊരിന്ത്യരെ, നിങ്ങൾക്ക് ആ നിലവാരമില്ല, നിലവാരമില്ല. ഹല്ലേലൂയ. ചിലർ പറഞ്ഞു വിധിക്കരുതെന്ന്. ചിലർ ഇങ്ങനെ പറയുന്നേ, ചിലർ ആത്മീക നിലവാരമൊക്കെ വിവേചിക്കാൻ തുടങ്ങുമ്പോ അതിൻ്റെ അകത്ത് വീഴുമെന്ന് മനസ്സിലാകുന്ന ഇവര് പ്രിയപ്പെട്ടവർ പറയുന്ന ഡയലോഗ് എന്നാണെന്നറിയാമോ? ഞങ്ങൾ അനാവശ്യം വിധിക്കരുത് പാസ്റ്ററെ, അങ്ങനെ വിധിക്കാൻ പാടില്ലെന്ന്. വിധിക്കുന്നില്ല, വിവേചിക്കാം, അല്ലേ? വിവേചിച്ച് മനസ്സിലാക്കാം, എല്ലാവരുടെ സ്റ്റാൻഡേർഡ് വിവേചിച്ച് മനസ്സിലാക്കാം. ഇന്ന് വിവേചിച്ചാൽ അനാത്മീകരുടെ എണ്ണം കൂടുതലാണ്. ഞാൻ പറയാം, സഭകളുടെ അകത്ത് ആത്മീക സത്യങ്ങൾ വെളിപ്പെടുത്താതെ അവന്റെ സ്തോത്ര കാഴ്ച കൊണ്ട് പലതും പ്രാപിക്കാം. പക്ഷെ കണക്ക് ബോധിപ്പിക്കുന്ന ഒരു ന്യായവിധി വരുന്നുണ്ട്. അനേകർക്ക് ഇഷ്ടമല്ലാത്തത്, ഇതൊക്കെ കണക്കി ഒതുക്കുന്ന ഒരു ദിവസം ഉണ്ടോ? അയ്യോ, അത് മാത്രം കേൾക്കാൻ വയ്യ. നമ്മൾ സത്യം പ്രസംഗിക്കുവാൻ ഇടയായി തീരണം. വായിച്ചേ. ഭക്ഷണമല്ല പാലത്തിനെ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. സ്തോത്രം. മനസ്സിലാക്കണം, ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ, അല്ലേ? ജഡീകന്മാർ, അല്ലേ? അപ്പൊ സഭയ്ക്കകത്ത് ജഡീകന്മാരോട് പൗലോസ് ഇടപെടുന്ന വിധം ശ്രദ്ധിച്ചത് എന്താണ്? അവർക്ക് ഈ പറയുന്ന ബന്ധം പൗലോസുമായിട്ടില്ലായിരുന്നു. ചിലര് സഭയ്ക്കകത്ത് തല കാണിക്കാൻ വേണ്ടി വന്ന് പ്രധാനപ്പെട്ട വല്ല മീറ്റിങ്ങോ വല്ല കാര്യങ്ങളോ വരുമ്പോ മാത്രം സഭയ്ക്കകത്ത് വരുന്ന സഹോദരന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എനിക്കൊരു വ്യക്തി അറിയായിരുന്നു. പണ്ട് പള്ളി, അല്ലെ, കൊയറിലൊക്കെ ഉടുപ്പിട്ട് പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്ത് പള്ളി പെരുന്നാൾ വരുമ്പോ മാത്രം പള്ളിയിലേക്ക് വിസിറ്റിംഗ് നടത്തുന്നവരുണ്ടായിരുന്നു. അവരെ ഈ പെരുന്നാളിന് കണ്ട പിന്നെ കാണുന്ന അടുത്ത പെരുന്നാളിനാ, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പെരുന്നാളിന്, പിന്നെ ക്രിസ്മസ്, ഈസ്റ്റർ, ഇതിന് മാത്രം പള്ളി വരുന്നവരുണ്ട്. ഇതേ ട്രെൻഡിൽ ജീവിക്കുന്നവരിന്ന് പെന്തക്കോസിലുണ്ട്. പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ഇവന്റ് വരുമ്പോ മാത്രം തലപൊക്കി വരുന്നവര്. എല്ലാരും ചോദിക്കുന്നത്, അതിന് എന്നെ ഇപ്പൊ കുഴപ്പമെന്നാ ചോദിക്കുന്നത്. അതിനെന്നാ വിഷയം? എനിക്ക് പലപ്പോഴും ഇത് പറയുമ്പോ എനിക്ക് തന്നെ ചിരി വരുന്നത് എന്നാന്നറിയാമോ? ചിലരുടെ ചിന്ത, ഇത് ഇങ്ങനെയൊക്കെയാ പോകുന്നതിന് ആർക്കാണ് പ്രസവിക്കുന്നത്? നമ്മൾ ഇങ്ങനെ പോയാ പോരേന്നേ. പക്ഷെ ഉത്തരം കേട്ടോ, പോയാ പോരാ. കാര്യം ഒരു ന്യായവിധി വരുന്നുണ്ട്. അതാണ് വിഷയം. ന്യായവിധി വരുന്നുണ്ട്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. നിങ്ങൾ ജഡീകന്മാരല്ലോ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും നിങ്ങൾ ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പോ ശ്രദ്ധിച്ചേ, അപ്പോ ആ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ വായിച്ചു, ഈ പുല്ല്, വൈക്കോല്, മരം, അല്ലെ, എന്നിവയെല്ലാം തീ കൊണ്ട് ശോധന ചെയ്താൽ അതെല്ലാം ചാരമായി തീരും. ഒന്നാമത് സഭയ്ക്കകത്ത് ജഡീകന്മാരുടെ എണ്ണം കൂടുന്നത് കൊണ്ട് വചനത്തിന്റെ ആഴമുള്ള സത്യങ്ങളെ വെളിപ്പെടുത്തുവാൻ പ്രാപ്തിയില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആത്മീക ശിശുക്കളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് സഭയിൽ ആത്മീകത്തിലേക്ക് വളരാതെ ജഡീകത്തിൽ തന്നെ ഇരിക്കുക. അപ്പോൾ പൗലോസ് പറയുക,
ഞാൻ നിങ്ങളോട് ആത്മീകരോടെന്ന പോലെയല്ല, ജഡീകരോടെന്ന പോലെ മാത്രമേ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ മനസ്സിലാക്കണം, ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന പൗലോസ് ആത്മാവിൽ കാര്യങ്ങളെ വെളിപ്പെടുത്തുവാൻ ചെല്ലുമ്പോൾ വെറും ജഡീക നിലവാരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അനുഭവത്തിൽ പൗലോസ് എത്തിയെന്ന് മനസ്സിലാക്കണം. അത് പൗലോസിന്റെ കുറവല്ല, ശ്രോതാവിന്റെ പ്രാപ്തി അനുസരിച്ച് ആത്മാവ് കൊടുത്തത്. ജഡത്തിന്റെ യഥാർത്ഥ സ്റ്റേജിൽ കാര്യങ്ങൾ അവിടെ ക്രമീകരിക്കപ്പെട്ടു. എനിക്ക് ഈ അനുഭവം വന്നിട്ടുണ്ട്. പല സഭകളുടെ നമ്മൾ ശുശ്രൂഷയ്ക്കായിട്ട് ചെല്ലുമ്പോൾ പലരുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചിലരുടെ വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് ശക്തമായി ഇടപെടുകയും വചനത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും. അവിടെ ശക്തമായ വിടുതൽ സംഭവിക്കും. എന്നാൽ ചിലരോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവര് ദൈവവുമായിട്ട് അശേഷം ബന്ധമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. അവര് ദൈവസന്നിധിയിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ വിഷയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരോടുള്ള ദൂതാകട്ടെ ആലോചന ആകട്ടെ വെറും സംസാരിക്കുന്ന പോലെ പറയുകയാണ്. കാരണം എന്നാ? അവരും ദൈവവുമായിട്ട് ആ ബന്ധമേ ഉള്ളൂ. അതാണ് കാരണം. അവര് ദുർവ്യാഖ്യാനം ചെയ്യുക. പൗലോസിന് കൃപയില്ലാത്തത് കൊണ്ടാണ്. എങ്ങനെയുണ്ട്? പൗലോസിന്റെ പ്രാർത്ഥന കുറവായതുകൊണ്ടാ, ഇല്ലെങ്കിൽ എന്റെ കാര്യത്തിന് ഇങ്ങനെയൊന്നും വെളിപ്പെടുക. വെറുതെ ശാഠ്യം പിടിക്കാതെ, അനുസരണക്കേടിന്റെ ആത്മാവ് നടക്കാതെ ഇന്ന് പകൽ നേരം ചിലർ മടങ്ങി വരുവാണ്. വായിച്ചാട്ടെ. ശ്രദ്ധിക്കണം, അടുത്തത് സഭയ്ക്കകത്ത് ഒരു ജഡീകരുടെ ഒരു കാറ്റഗറി, ഒരിടത്ത് കിടക്കുന്ന ആത്മീക ശിശുക്കൾ. മറ്റൊരു വശത്ത് പിന്നീടുള്ള പ്രശ്നം എന്താണെന്ന് പറയുക, ഈ ആത്മീയ ശിശുക്കളായിരിക്കുന്നവർ സഭയിൽ വർദ്ധിച്ചാൽ അടുത്ത് നടക്കുന്ന അവിടെ ഭിന്നിപ്പുണ്ട്. അവിടെയാണ് ഈ പല ഡിവിഷൻസ് വരുന്നത്. ഞങ്ങൾ ഇന്നയാള്. ആമേൻ. ഇന്ന് കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ സഭ ഓരോ പെക്യുലർ ആയിട്ടുള്ള ഓരോ സ്റ്റേജിലാണ് നിൽക്കുന്നത്, അല്ലേ? ചിലർക്ക് പ്രത്യേക ഒരു ജാതിയിൽപ്പെട്ടവരെല്ലാം ഒരുമിച്ച്, പ്രത്യേക ഒരു റീജിയനിൽപ്പെട്ടവരെല്ലാം കൂടെ ഒരുമിച്ച്, പ്രത്യേക ഒരു സാമ്പത്തിക വ്യവസ്ഥയുള്ളവരെല്ലാം ഒന്നിച്ച്. മനസ്സിലായോ? ഇതൊക്കെ ഇന്ന് സഭയ്ക്കകത്ത് കിടക്കും. ഇങ്ങനെയല്ല പോകേണ്ടത്. ഇങ്ങനെ പോകുന്നതിന് കാരണം എന്നെ ആത്മീക ശിശുക്കളെ കൊണ്ട് വീണ്ടും സഭകൾ മുന്നേറുന്നുണ്ട്. അതാണ് വിഷയം. മനസ്സിലാകുന്നത്? അതായത് അവന്റെ നഗ്നത കാണാതെ വണ്ണം അത് വീണ്ടും മറച്ചോണ്ട് ഓടുക ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അവർ യഥാർത്ഥത്തിൽ ആത്മീകമായ വെളിപ്പാട് പുസ്തകം നോക്കുമ്പോൾ അവർ ഇന്നും നഗ്നരായിട്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ നഗ്നത അവർക്ക് മനസ്സിലാകുന്നില്ല. വായിച്ച ഭാഗം ഒന്നുകൂടെ വായിച്ചേ. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ എന്നും. ശ്രദ്ധിക്കണം, ഇതെല്ലാം കാരണമാകാതെ ഇവരിലെ ജഡീകരായി ഇവർ നിലനിൽക്കുകയാണ്. ഇവർ ആത്മാവിൽ നയിക്കാൻ, ആത്മാവിൽ ചലിക്കാൻ ഇവർ ഒരിക്കൽ പോലും തയ്യാറാകുന്നില്ല. ചില സഭകൾ ഇങ്ങനെയുണ്ട്, ആത്മാവിൽ ചലിക്കുവാനായിട്ട് റെഡിയല്ല. ഒരു പാട്ടുപാടി ശക്തമായിട്ട് കൈയടിച്ചു, ഒരു 1/4 മണിക്കൂർ അന്യഭാഷ. ഇത് കഴിഞ്ഞിട്ട് ഇവരോട് വചനം പറയുമ്പോൾ ഇരുന്ന് ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് കാരണം എന്താണെന്നറിയാമോ? ഇവരിൽ പരിശുദ്ധാത്മാവിലാണ് ഇവർ ആരാധിച്ചതെങ്കിൽ അതേ പരിശുദ്ധാത്മാവ് ഇവർക്ക് ആ വചനത്തിന്റെ പൊരുളുകൾ വെളിപ്പെടുത്തി കൊടുക്കൂ. പക്ഷെ അവരാദ്യം ആരാധിച്ചത് മറ്റൊരാത്മാവിലും. ഇപ്പോൾ പരിശുദ്ധാത്മാവ് വചനം വെളിപ്പെടുത്തുമ്പോൾ അവരിലിരിക്കുന്ന ആത്മാവ് കേൾക്കാൻ മനസ്സ് വരുത്തുന്നില്ല. ഞാനൊരു സഭയിൽ നിന്ന് ശക്തമായിട്ട് ഭയങ്കര ആരാധനയെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ചോദിച്ചു അഭിഷേകം പ്രാപിച്ചപ്പോ അല്ല. അപ്പൊ ഇവര് ഏത് ആത്മാവിൽ ആരാധിച്ചേ? അഭിഷേകം പ്രാപിക്കാത്തവൻ സ്തോത്രം ശക്തമായിട്ട് ആരാധിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്. പക്ഷെ അത് പരിശുദ്ധാത്മാവ് കൊടുത്ത അന്യഭാഷയല്ല. അതിന് തെളിവെന്ന വചനം കേൾക്കുമ്പോ അതിനോടും സ്വന്തം മറന്നിട്ട് വേഗം ഇറങ്ങിപ്പോകും. വേഗം ഇരിക്കുന്നത്. എനിക്കിപ്പോ എന്താ മനസ്സിലാക്കണേ, വിശ്വാസത്തിൽ ജനിച്ചിട്ട് 2-3 തലമുറക്കാരൻ സത്യവചനം കേൾക്കുമ്പോ അവന്റെ ആളലിയാസത്ര ആസനം അവിടെ ഉറയ്ക്കുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കണം, അവനിൽ കാര്യമായ പ്രശ്നമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? കാര്യമായ പ്രശ്നമുണ്ട്. ഇന്ന് അങ്ങനെ അപ്പൊ കൊരിന്തിൽ നിന്നൊരു പ്രവാചകൻ വന്ന കൊരിന്തിലെ പ്രവാചകൻ എന്താ പറയും? മകനെ, ഞാൻ കാണുന്നു അപ്പൊല്ലോസിനെ ശക്തമായി ഉപയോഗിക്കുന്നത് കാണുന്നു. മറ്റൊരുത്തിന് പൗലോസിനെയും ശക്തമായിട്ട് ഉപയോഗിക്കുന്നത് ഞങ്ങള് കാണുന്നു. ആമേൻ. ഇവിടെ ചില കേന്ദ്രങ്ങളിലൂടെ ചിലത് പ്രവർത്തിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ് കള്ളദൂത് പറയും. കാരണം എന്നാ? അതാണ് കൊരിന്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. കൊരിന്തിലിരിക്കുന്നവരുടെ പാപ സ്വഭാവത്തിൽ അവർ തുടരുവാൻ കൊരിന്തിൽ വ്യാപരിക്കുന്ന അതേ ആത്മാവിൽ നടത്തപ്പെടുന്ന പ്രവാചകന്മാർ കൊരിന്തിൽ ശുശ്രൂഷിക്കും. നല്ല സ്തോത്ര കാഴ്ചയും കിട്ടും. പക്ഷെ കാകളകൃത മാത്രം ഒരുത്തരും കേൾക്കത്തില്ല. വായിച്ചേ.
തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിക്കുവാൻ കാരണമായി തീർന്ന ശുശ്രൂഷകന്മാരത്രേ. ഇങ്ങനെ കാണാൻ ആർക്കും പറ്റുന്നില്ല. മനസ്സിലാക്കണേ, സഭയ്ക്കകത്ത് ഏതെങ്കിലും പ്രത്യേക സ്പെസിമെനുകൾ അല്ലെ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു എന്താ പറയുന്ന ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കി അതിന്റെ കെയർ ഓഫിൽ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പറയാം, അങ്ങനെ പോകുന്ന വ്യക്തി കർത്താവിന്റെ കാഹളം കേൾക്കത്തില്ല. കർത്താവിന്റെ ശുശ്രൂഷകരാണ് അവരാരും ആയിക്കോട്ടെ, ഈ കർത്താവിന്റെ ശുശ്രൂഷകരാണെന്ന് കാണാനുള്ള പ്രാപ്തി നഷ്ടമായി പോയെങ്കിൽ മനസ്സിലാക്കണം, അവിടെ കാര്യമായ അപകടം നിലനിൽക്കുന്നുണ്ട്. വായിച്ചോ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു. ഒരു കാര്യം പറയാം, നമ്മെ നട്ടത് ഒരു ശുശ്രൂഷകനാണെങ്കിൽ നനയ്ക്കാൻ ദൈവം ചിലരെ വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഓരോരുത്തരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിറവടിയായി ചെയ്യണം. ഇന്ന് സഭകളുടെ അകത്ത് ഇത് അനുവദിക്കുന്നില്ല. നട്ടവൻ തന്നെ നനച്ചോണ്ടിരിക്കുക അല്ലേ, പറഞ്ഞ അത് മതി. പക്ഷെ വിഷയം എന്താ പറയുക, 5 വിധ ശുശ്രൂഷ ദൈവസഭയെ അനുഭവിച്ചിരിക്കണം. 5 വിധ ശുശ്രൂഷ ദൈവസഭയെ അനുഭവിച്ചിരിക്കണം. ഇന്ന് പാസ്റ്ററായിരിക്കുന്ന വ്യക്തി പാസ്റ്ററായിട്ട് മാത്രം മുമ്പോട്ട് പോകാനാ വിളിയെങ്കിൽ ആ വ്യക്തി പറയുക, എന്റെ ആടുകൾ പ്രവചനം കേൾക്കണ്ട, നീ തുച്ഛീകരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. കാര്യം പ്രവാചകം വേണ്ടെന്ന് പറഞ്ഞാൽ അവൻ പറയുക എല്ലാം കള്ളപ്രവാചകന്മാർ, ഒരുത്തം പോലും ഒറിജിനൽ, ഇവൻ മാത്രമേ ഉള്ളൂ ഇടയനായിട്ട്. അല്ലേ, കൊള്ളാലോ. വേറെ ഒരുത്തരും നല്ലതല്ല. ഒന്നാമത്തെ വിഷയം കേൾക്കണം, ഒരു ഇടയ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി പ്രവാചകന് ഇഷ്ടമല്ല, പ്രവാചകന്മാർക്ക് ഹല്ലേലൂയ സ്തോത്രം ഇടയന്മാരെ ഇഷ്ടമല്ല, തിരിച്ചും മറിച്ചുകൊണ്ട്. എന്താ കാരണം? അപ്പോസ്തലന്മാരെ ഇന്ന് കാണുന്നില്ല. സഭ നേരിടുന്ന പല പ്രശ്നങ്ങള് ഇന്ന് സഭ നേരിടുമ്പോൾ അതിന്റെ നടുവിൽ ആ വിഷയത്തിന് നേരെ സംസാരിക്കുവാൻ ആത്മാവിൽ വിളിയുള്ള അപ്പോസ്തലന്മാരിന്ന് കാണുന്നില്ല. അവര് പറയുന്ന 1-ാം നൂറ്റാണ്ട് കൊണ്ട് തീർന്നെന്ന്. എങ്ങനെയുണ്ട്? പൗലോസിന്റെ അപ്പോസ്തോലിത്വം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്നും കർത്താവ് കൃപയാൽ അപ്പോസ്തോലന്മാരെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ട്. അവരിൽ ദൈവം പകർന്നിരിക്കുന്ന ശുശ്രൂഷയും സഹിഷ്ണുതയും കൊണ്ടത് തിരിച്ചറിയാൻ സാധിക്കും. ഈ ചുണങ്ങ്, കുരു അല്ലെങ്കിൽ ചൊറി, ഈ വട്ട്, ഇതിനൊന്നും മാറ്റാനല്ല അപ്പോസ്തലനെ നിയമിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതിനൊക്കെ ഹോസ്പിറ്റലുണ്ട്, പൊക്കോണം. ആത്മാവിൽ നടത്തപ്പെടുന്ന ശുശ്രൂഷയാണ് അപ്പോസ്തലന്മാരിലൂടെ കർത്താവ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഒരു അപ്പോസ്തലനിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട ഒരു ഭാഗമാണ്. ഒരു അപ്പോസ്തലൻ കൊരിന്തിൽ ചെന്ന് കയറിയപ്പോ എല്ലാവരും ആത്മീയനല്ലെന്ന് വെളിപ്പെട്ടു. എത്ര ഇടയന്മാർക്ക് വെളിപ്പെടുന്നുണ്ട്? എത്ര ഇടയന്മാർക്ക് വെളിപ്പെടുന്നുണ്ട്? തന്റെ കീഴിലിരിക്കുന്നവർ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ മേലാത്ത ഇടയന്മാരാണെന്ന് നടക്കണം. സ്തോത്ര കാഴ്ച മേടിച്ചു എന്ന് നടക്കുന്നത്. ഇതൊക്കെ പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇതൊക്കെ പിടിവീഴുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ. 5 വിധ ശുശ്രൂഷ: അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, സുവിശേഷകൻ. ആമേൻ. ബൈബിൾ കോളേജിൽ പോയൊരു വ്യക്തി ഹല്ലേലൂയ പിന്നെ ഒരിക്കലും പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു ആത്മാവിന് വിടത്തില്ല. എല്ലാ കള്ളന്മാരാന്നാ പറയുന്നത്. അവനാകെ ഏറ്റെടുക്കാൻ ചെല്ലുന്ന ഇടയന്മാരെ മാത്രമേ ഉള്ളൂ. അതെന്താ കാര്യം? ഉപദേഷ്ടാവായിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും സ്തോത്രം ഹല്ലേലൂയ മറ്റൊരു ശുശ്രൂഷ അംഗീകരിക്കുന്നില്ല. അറിവ് മാത്രം പോരാ. പരിപാലനം വേണ്ടേ? അത് ഇടയന്റെ കയ്യിൽ ഇരിക്കുന്നത്. പ്രവചനം വേണ്ടേ? ഹല്ലേലൂയ വിവേചിച്ച് മനസ്സിലാക്കണം. സഭയുടെ ആത്മീക നിലവാരം വെളിപ്പെടുത്തേണ്ടത് പ്രവാചകനാ. ഇന്ന് സഭ അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകന്മാരെ സഭയിൽ അനുവദിക്കാത്തത് കൊണ്ടാണ്. ഇന്ന് സഭ യഥാർത്ഥ പ്രവാചകന്മാരില്ലാത്തത് കൊണ്ടോ അവരെ അനുവദിക്കാത്തത് കൊണ്ടാണ് സഭകൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞ കള്ളപ്രവാചകന്മാർ, അവരെ ഇപ്പൊ പ്രവാചകൻ എന്ന് വിളിക്കണ്ടല്ലോ. വയറ്റിപ്പിഴപ്പിന് നടക്കുന്നതല്ലേ, പണത്തിന് നടക്കുന്നല്ലേ, വ്യാജങ്ങളും കാര്യങ്ങളും അതെല്ലാം പ്രവചിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ജനത്തെ വാലല്ല വലയല്ല തലച്ചോറാക്കുമെന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു നടത്തി. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സഭകൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്താൽ വിളിക്കപ്പെടാത്തവർ പ്രവർത്തിക്കുന്നു. ആമേൻ. പിന്നെ അത് മാത്രമല്ല, മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷവും മറ്റൊരു അഭിഷേകത്തിൽ നടത്തപ്പെടുന്ന സഭകളുടെ എണ്ണം ഇന്ന് പെരുകിക്കൊണ്ടായിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ?
അവര് പ്രവർത്തിക്കുന്ന ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും തുള്ളലും ചാട്ടവും ഭയങ്കര വീര്യപ്രവർത്തി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം തിരുവെഴുത്ത് നേരെ ചുവ വായിച്ചാൽ തീരുന്ന അഭിഷേകമാണ് ഇവരിലേക്ക് ഇരിക്കുന്നത്. ഉള്ള വചനം ഉള്ളതുപോലെ വായിച്ച് അതിനെ വ്യാഖ്യാനിച്ചാൽ അവിടെ തീരും ആ ശുശ്രൂഷ. അപ്പോൾ അത് ഏത് ആത്മാവിലാണ്? ഹല്ലേലൂയ. ഒരുവൻ ദൈവാത്മാവിൽ ഭയങ്കര ശുശ്രൂഷ ചെയ്യുന്നു, അവനിലിരിക്കുന്ന ആത്മാവ് വചനം വായിക്കാൻ അവനെ അനുവദിക്കുന്നില്ല. മനസ്സിലായോ? തിരുവെടുത്ത് വ്യാഖ്യാനിക്കാൻ അവനിലിരിക്കുന്ന ആത്മാവ് സമ്മതിക്കുന്നില്ല. മനസ്സിലാക്കിക്കോണോ? അത് പരിശുദ്ധാത്മാവല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ചില സ്റ്റേജുകളിൽ ചെല്ലുമ്പോൾ ചിലര് ദൈവവചനം തുറക്കത്തേയില്ല, ഒരു വാക്യം വായിക്കത്തേയില്ല, പുസ്തകം ഉണ്ടെങ്കിൽ അടങ്ങിയിരിക്കുക, സിബിട്ട് അടച്ചോടെ വെച്ചിരിക്കുക. ചോദിച്ചപ്പോൾ ഇയാൾ ഭയങ്കര സിദ്ധനാണ്, എന്നാൽ ഇങ്ങനെ സിദ്ധി വാചനം തുറക്കാതെ വേദപുസ്തകം തുറക്കാതെ വാക്യം പറയാം. നീ അത്ര റിസ്ക് എടുക്കണ്ട മകനെ, ആ പുസ്തകം വായിച്ചു കഴിയുമ്പോ നിന്നിൽ പിന്നീട് അഭിഷേകം ഉണ്ടോന്ന് അറിയാം. ഉള്ള വചനം രണ്ടുപേരും അവിടെ ഇവിടുന്ന് വായിക്കട്ടെ, വ്യാഖ്യാനിക്കാൻ നിന്നിലിരിക്കുന്ന ആത്മാവ് അനുവദിക്കുന്നില്ലെങ്കിൽ അവരെ ചെവിക്ക് പിടിച്ച് സ്റ്റേജിൽ നിന്ന് ഇറക്കി വിടാനുള്ള ധൈര്യം എന്ന് കാണിക്കുന്നു, അന്ന് ആ പ്രസ്ഥാനങ്ങളാകട്ടെ സഭകളാകട്ടെ രക്ഷപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? ഇതിനൊന്നും അനുവദിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കോണം, ന്യായവിധി വരുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. കുളിരു മാറ്റുന്നൊരു തീ അല്ല ഇരിക്കുന്നത്, കുളിരു മാറ്റുന്നൊരു തീ അല്ല ഇരിക്കുന്നത്, ദഹിപ്പിക്കുന്ന അഗ്നിയാണ് വരാൻ പോകുന്നത്. അനേകരിത് മറന്ന് മനസ്സാൽ മറന്നു കളഞ്ഞുകൊണ്ടായിരിക്കുന്നത് അല്ലേ? വായിച്ചാട്ടെ വായിച്ചാട്ടെ വായിച്ചാട്ടെ. കർത്താവ് നൽകിയതുപോലെ വിശ്വസിക്കുവാൻ കാരണമായി തീർന്ന അതായത് മഹത്വം ദൈവത്തിന് ഇവര് വിടത്തില്ല. പൗലോസിൽ മാത്രം പൗലോസ് മഹത്വം നിർത്തിയാൽ, അപ്പല്ലോസിൽ മാത്രം മഹത്വം നിർത്തിയാൽ, ഇന്ന് ഈ മഹത്വം എടുക്കുന്ന ശുശ്രൂഷകർ ഒത്തിരി പേരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിലേക്ക് വിടത്തില്ലെന്ന്. ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിച്ചു, ഉപയോഗിക്കപ്പെട്ടവൻ ദൈവഭാവത്തിൽ സംസാരിക്കുന്ന ശുശ്രൂഷകർ ഒത്തിരിയുണ്ട്. അവര് ദൈവത്താൽ അല്ലെന്നായി പറഞ്ഞത് പൗലോസ് ഇവിടെ പറയുന്നു. എവിടെ വായിച്ച വാക്യം എന്താണ്? ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ. മനസ്സിലാക്കണം, സ്നാനപ്പെട്ടവരുടെ വായിക്കും, വചനം പഠിച്ച് ആത്മാവിൽ ബലപ്പെടുവാൻ ദൈവം മറ്റൊരുവരെ ഉപയോഗിച്ചതായിരിക്കും. മഹത്വം എന്റെ ദൈവത്തിന് എന്നെ നടത്തിയല്ലോ, ഉപയോഗിച്ചല്ലോ. ഇത് പറയാൻ റെഡിയാകാത്തടത്തോളം കാലം മനസ്സിലാക്കണം, ദൈവം മഹത്വം എടുക്കുന്ന ഇടമെല്ലാം ദൈവം നശിപ്പിച്ചോണ്ടിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ദൈവം നശിപ്പിച്ചോണ്ടിരിക്കും. ഇന്ന് നശിച്ചോണ്ടിരിക്കുന്നതാണ് കാണുന്നത് പലതും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല. അതാണ് മറ്റൊരു അഭിഷേകത്തിന്റെ പ്രത്യേകത. ആ അഭിഷേകം കയറിയാൽ അവൻ അവനെ തന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അല്ലേ? തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണത്. ഇപ്പൊ വായിച്ച വാക്യം വായിച്ചേ. ഒരുപോലെ ശ്രദ്ധിക്കണേ, നമ്മളല്ല ഓരോരുത്തരും അധ്വാനിക്കുന്നെങ്കിൽ അധ്വാനത്തിന് കൂലി കിട്ടും. അതായത് ശുശ്രൂഷകനാണെങ്കിൽ താൻ കൂലിക്കാരനാണെന്നും ദൈവത്തിന്റെ ദാസനാണെന്നുമുള്ള പൂർണ്ണ ബോധ്യം അവന്റെ ശുശ്രൂഷയിൽ കാണും. മഹത്വം കർത്താവിന് കൊടുക്കും. പക്ഷേ അവൻ ദൈവത്തിന്റെ കൂലിക്കായിട്ട് നിൽക്കുന്നതല്ല. മഹത്വമല്ല എനിക്ക് തന്നെ. കാര്യം ഞാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നത് ദൈവഭാവത്തിലാണ് ആയിരിക്കുന്നത്. ഞാൻ പറയുന്നത് പോലെയാണ് നടക്കൂ, ഞാൻ ചെയ്യുന്നത് പോലെയാണ് നടക്കൂ എന്ന് അവൻ ഒരുവൻ അഹങ്കാരത്തോടെ പറയുന്നുണ്ട്. മനസ്സിലാക്കണം, അവനിൽ ദൈവത്തിന്റെ ആത്മാവല്ല. ഒന്ന്. രണ്ടാമത് നമ്മൾ ഇപ്പൊ എടുത്ത തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ എതിർ ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പറയുന്നൊരു പദമാണ് അല്ലേ? അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്ന് പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ തന്റെ മഹത്വം മാത്രം ഉയർത്തും.
ആമേൻ. തന്നെത്താൻ ഉയർത്തും. തന്റെ മഹത്വം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. തന്റെ മിനിസ്ട്രി, തന്റെ ഫാമിലി, തന്റെ കുടുംബം, തന്റെ തലമുറ, ഇത് മാത്രം ഒരു പ്രസംഗ വിഷയമായിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം, ഇവനിൽ കയറിയിരിക്കുന്ന ഈ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയുടെ അതേ ആത്മാവാണ്. ആമേൻ, ഹല്ലേലൂയ. തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അല്ലെ, അങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. അവിടെ വായിക്കുന്നത് എന്താ? ഒന്നുകൂടെ വായിച്ചേ. സ്തോത്രം, സ്തോത്രം. ദൈവമെന്നോ പൂജാ വിഷയം എന്ന് പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എത്രേ. അതിന്റെ 5-ാം വാക്യം, നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓർക്കുന്നില്ലയോ, അവൻ സമയത്തിന് വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്ന എന്തെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ മനസ്സിലാക്കണം, എതിർ ക്രിസ്തു എന്ന വ്യക്തി പൂർണ്ണമായി വെളിപ്പെടാൻ പോവുകയാണ് ഇനി വരുന്ന നാളുകളിൽ. അവൻ വെളിപ്പെടുമ്പോൾ അവന് പൂർണ്ണ ശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ പഴയ പാമ്പാകുന്ന മഹാസർപ്പവും സ്തോത്രം അവന്റെ ദൂതന്മാരും അങ്ങോട്ട് വരും, ഈ ഭൂമിയിലേക്ക് വരും. അവൻ ഇവിടെ വന്ന് വീഴുമ്പോഴാണ് സ്തോത്രം എതിർ ക്രിസ്തു എന്ന വ്യക്തിക്ക് സാത്താന്റെ പൂർണ്ണ ശക്തി ലഭിക്കുന്നത്. മനസ്സിലാക്കണം, അതിന്റെ ഏജന്റുമാർ ഇന്ന് എവിടെയുണ്ടെന്നറിയാവോ? സഭകളുടെ അകത്തുണ്ട്. എങ്ങനെ? ഇതുപോലെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളികളായിട്ട് സഭകളുടെ അകത്ത് നിൽക്കുകയാണ്, ക്രിസ്തുവിന് മഹത്വം കൊടുക്കാതെ. കർത്താവ് കാൽവറിയിൽ ചൊരിഞ്ഞ താൻ സമ്പാദിച്ച സഭയുടെ മഹത്വം വെളിപ്പെടുത്തുവാനാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെ ആക്കി വെച്ചിരിക്കുന്നത്. നടുന്നവനോ നനയ്ക്കുന്നവനോ ഏതുമില്ല, വളരുമാറാക്കിയവൻ ദൈവമാണ്. ആമേൻ. രക്ഷിക്കപ്പെട്ട നാളെ മുതൽ ഇന്ന് വരെ ഒന്ന് നോക്കിക്കേ, നട്ട അനുഭവത്തിൽ നിന്ന് വളർന്നു വന്ന് ഇത്രയും പന്തലിച്ചെത്തിയെങ്കിൽ ഇത് വളരുമാറാക്കിയ ദൈവം നിന്നെ അസാധാരണമായ പ്രതിസന്ധികളിലൂടെയും വെല്ലുവിളികളിലൂടെയും നിന്റെ കരം പിടിച്ച് നടത്തിയതിന്റെ ഉദ്ദേശം എന്നാ? നിന്നിൽ വെളിപ്പെടുവാനിരിക്കുന്ന ഒരു വളർച്ചയെ മുൻകണ്ടിട്ടാണ്, വലിയൊരു വളർച്ച സ്വർഗം കണ്ടിട്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, ഭിന്നത ഉള്ളിടത്ത് ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടത്തില്ല. ഇവിടെ പൗലോസിന്റെ പേര് അപ്പൊല്ലോസിന്റെ പേര് അല്ലേ, പലവിധ അവിടെ പലവിധ ഭിന്നതകൾ അവിടെ ഉണ്ടാകുകയാണ്. അവിടെ പറയുന്ന കാര്യം എന്താണ്? ഒരുവൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുവൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ. കണ്ടോ, ചിലരെ ഈ പലതും വ്യാഖ്യാനിച്ചിരുമ്പോ മനുഷ്യനാണ് താനെന്നുള്ള ബോധം പോലും നഷ്ടപ്പെട്ടു പോവുക ചിലർക്ക്. ആമേൻ. ഞാനൊരു ഭാഗത്തോട് വായിച്ചിട്ട് നമുക്ക് ദിവസം താണിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം മുതലൊന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 37-ാം വാക്യം. എതിരേറ്റു. കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു, എന്റെ മകനെ കടാക്ഷിക്കണമെന്നു ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, അവൻ എനിക്ക് ഏകജാതനാകുന്നു. സ്തോത്രം. ആത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ കൊടുന്നനവെ നിലവിളിക്കുന്നു, അത് അവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു, പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. ശ്രദ്ധിക്കണം, ഇവിടെ ഒരു ദുരാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമായിട്ട് തന്റെ പിതാവ് അവിടെ കർത്താവിന്റെ അടുക്കൽ വരികയാണ്. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഈ പിതാവും ഈ കുഞ്ഞും എന്താണെന്ന് വെച്ചാൽ ഇവിടെ മനസ്സിലാകുന്നുണ്ട്. നമ്മൾ അതിന്റെ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 17-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ആമേൻ. ആ ഭാഗം കൊണ്ടൊന്ന് വായിച്ചേ. രണ്ടും കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് സ്വന്തം ദൈവത്തിന്റെ ആത്മ ഇടപെട്ട ഭാഗമാകുന്നുവല്ലോ. സ്വന്തം നമുക്കൊന്ന് അങ്ങോട്ട് നമുക്ക് ശ്രദ്ധയിച്ചിരിക്കാം. വായിച്ചാട്ടെ. അവൻ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നപ്പോൾ ഒരു മനുഷ്യൻ വന്നു ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ എന്റെ മകനോട് കരുണയുണ്ടാകണമേ. ശ്രദ്ധിക്കണേ, ചന്ദ്രരോഗം, അതായത് മൂൺ സിൻഡ്രോം എന്നാണ് അതിന്റെ പേര്. ലുനാറ്റിക് അല്ലെ, he is a lunatic and very ill, for often fall into the fire and often into the water. I brought him
to your disciple and they could not cure her. അല്ലേ? അപ്പോൾ അവിടെ വായിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ പറഞ്ഞു പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടതയിലായി പോകുന്നു. സ്തോത്രം. അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം, ഈ ചന്ദ്രരോഗം എന്നുള്ളതിനെ കുറിച്ച് മറ്റ് ട്രാൻസ്ലേഷൻസ് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്തും എന്റെ ഗ്രീക്ക് ശ്രദ്ധിക്കുക, അവിടെ കാണുന്ന ഒരു പദമാണ് ചന്ദ്രരോഗം എന്ന് പറഞ്ഞാൽ മൂൺ സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഇവിടെ ലുണാറ്റിക് എന്ന് പറയുമ്പോൾ ഭ്രാന്ത് എന്നുള്ള ഒരു അർത്ഥമാണ് ഇവിടെ പറയുന്നതിലും, അതായത് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്തോത്രം ഒരു ബാധ ഈ കൊച്ചിനെ ബാധിച്ചിരിക്കുന്നതാണ് കണ്ടത്. അതായത് ഈ ചന്ദ്രരോഗം ബാധിച്ച് ഈ കൊച്ചിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ ചന്ദ്രരോഗം വരുന്നതിനെ കുറിച്ച് ഇതിന്റെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, സ്തോത്രം, തലമുറയായിട്ട് ആഭിചാര ക്രിയയിൽ ആശ്രയിച്ചു വന്ന ഒരു കുടുംബമാണിത്. ആ തലമുറയിൽപ്പെട്ട ആ സ്തോത്ര കൊച്ചിനെ അല്ലെങ്കിൽ പിതാവോ മാതാവോ ആരെങ്കിലും ഈ പറയുന്ന സ്തോത്രം ആഭിചാരത്തിൽ വിശ്വസിച്ച് പ്രവർത്തിച്ചു വന്നിരുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ അവരുടെ കൊച്ചിന് എന്ത് സംഭവിച്ചു? അവര് സേവിച്ച ഭൂതാത്മാവ് തലമുറയായിട്ട് വന്ന് ഈ കൊച്ചിന്റെ ശരീരത്തിൽ കയറി. അല്ലേ? ഈ കൊച്ചിന്റെ ശരീരത്തിൽ കയറി. മനസ്സിലാക്കണം, ഈ ഭൂതാത്മാവ് അല്ലെങ്കിൽ ദുരാത്മാവ് സ്തോത്രം ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ആ വ്യക്തിയെ കൊല്ലുവാനായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ആമേൻ. ദുരാത്മാവ് ശരീരത്തിൽ കയറിയാൽ ആ ശക്തി ആ കൊച്ചിനെ കൊല്ലാൻ തുടങ്ങും. അപ്പോൾ എന്തൊക്കെയാ ചെയ്യുന്നത്? അവിടെ വായിക്കുന്ന എന്താണ്? അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ്. അപ്പോൾ ഇത് കണ്ടു. അപ്പോൾ ഈ അപ്പൻ എല്ലാവിധ മന്ത്രവാദം ചെയ്തിട്ട് ഈ കൊച്ചിന് സൗഖ്യം വന്നിട്ടില്ല. മനസ്സിലാവുന്നില്ല? ബാധ ഒഴിപ്പിക്കാൻ നോക്കിയിട്ട് ഒഴിയുന്നില്ല. അങ്ങനെയുള്ള കേസുകളുണ്ട്. എത്ര ബാധ ഒഴിപ്പിക്കാൻ നോക്കിയിട്ട് ഒഴിയാത്ത ബാധ വന്നിട്ടുണ്ടെ മനസ്സിലാക്കണം, അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ ആ ബാധ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സോദരം, ഒഴിയാത്ത ബാധകളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, അത് മന്ത്രവാദം കൊണ്ട് മാറത്തില്ല. കാര്യം ഭൂതത്തിന് ഭൂതത്തെ പുറത്താക്കാൻ പറ്റത്തില്ല. ഇത് ബൈബിള് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഭൂതത്തിന് ഭൂതത്തെ പുറത്താക്കാൻ പറ്റത്തുള്ളോ? അപ്പോൾ മനസ്സിലാക്കണം, ഈ വന്ന വ്യക്തി മന്ത്രവാദം ചെയ്തു. ആ വ്യക്തി മറ്റ് ആഭിചാര ക്രിയകളിലൂടെ മറ്റൊരു വ്യക്തിയിലെ ഭൂതാത്മാവിനെ ഒഴിപ്പിച്ച് ആ ഭൂതാത്മാവ് എങ്ങോട്ട് കയറി? സ്വന്തം കൊച്ചിന്റെ ശരീരത്തിലേക്ക് കയറി. നമുക്കിത് വായിക്കുമ്പോ എന്തോ ഇതുകൊണ്ട് നല്ല കണക്ഷൻ വരുന്ന സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി നമുക്കൊരു ഭാഗം കൊണ്ട് അതിന്റെ കൂട്ടുകൾ പറയും. നമുക്ക് ഇന്നലെ ഡീമനോളജി പഠിക്കാം, അല്ലെ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഡീമനോളജി പഠിക്കുമ്പോൾ കുറെ പേര് മാനസാന്തരപ്പെടും. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 11 മുതൽ വായിച്ചേ. അല്ലെങ്കിൽ 10 മുതൽ വായിക്കും. 19-ന്റെ 10 മുതൽ. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 10-ാം വാക്യം. 19-ന്റെ 10. അത് 2 സംവത്സരത്തോളം നടക്കുകയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ നമുക്ക് അതിന്റെ 9 മുതൽ വായിച്ചാൽ നമുക്ക് ന്യൂ ജനറേഷൻ കിട്ടൊരു കുത്തു കൊടുത്തിട്ട് പോകണം. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ പൗലോസ് അവരെ വിട്ട്, കലക്കക്കാരെല്ലാം വിട്ട്, കണ്ടോ, ശിഷ്യന്മാരെ നമുക്ക് ശിഷ്യന്മാരുണ്ടാകണം. വിശ്വാസികളല്ല, ശിഷ്യന്മാരെ ഉളവാക്കണം. ആമേൻ. നാം ശിഷ്യന്മാരെ ഉളവാക്കണം. സ്തോത്രം. കർത്താവിന്റെ ഗ്രേറ്റ് കമ്മീഷൻസ് അനേകരെ നിങ്ങളെ ശിഷ്യരാക്കിക്കൊള്ളണം. മനസ്സിലാകണോ? കുറെ പേര് സ്വോത്രകാഴ്ച ഇടാൻ പറ്റുന്ന കുറെ റോബോട്ടുകൾ ഉണ്ടാക്കാനല്ല പറഞ്ഞേക്കുന്നത്. പിന്നെ എന്നാ പറഞ്ഞ ശിഷ്യന്മാരെ ശിഷ്യന്മാരെ വേർതിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാരെ വേർതിരിച്ച്
പാഠശാലയിൽ ദിനംപ്രതി ശ്രദ്ധിക്കണേ, നീ പ്രസംഗിക്കുന്ന പ്രസംഗത്തെ സ്വീകരിച്ച് നീ ക്രിസ്തുവിനെ പഠിപ്പിക്കുകയും അറിയിക്കുകയും ചെയ്യുമ്പോൾ നിനക്ക് ശിഷ്യന്മാരെ ഉണ്ടാക്കി കൊടുക്കണം. ഇന്ന് ബൈബിൾ കോളേജിലെ ശിഷ്യന്മാര് ബൈബിൾ കോളേജിലെ 3.5 വർഷവും 2.5 വർഷവും പഠനം കഴിഞ്ഞ് ഏറ്റവും അടുത്ത പെട്രോൾ പമ്പിലും മാർക്കറ്റിലൊക്കെ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ആ ശിഷ്യന്മാരുടെ കാര്യമല്ല പറയുന്നത്. അവർ MDO BTH MTH എടുത്തു കഴിഞ്ഞിട്ട് വിളിയില്ലാത്തവനെ അവന്റെ തലയിൽ ഇത് ചുമത്തി വെച്ച അവൻ അതിലും വേഗം ഭൂതം അവന്റെ തലയിൽ നിന്ന് ആ വിളിയൊക്കെ താഴോട്ടിട്ടിട്ട് അവൻ പോകേണ്ടടുത്ത് കൊണ്ടുപോയി വിടും. മനസ്സിലാകുന്നുണ്ടോ? ഇതങ്ങനെയല്ല, ആത്മാവിൽ നടത്തപ്പെടേണ്ടതാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. അല്ല ചുമ്മാ കുറെ ഇപ്പോ ബൈബിൾ കോളേജിൽ കുറെ കോഴ്സ് പഠിച്ചിറങ്ങിയാലൊന്നും സംഭവം നടക്കത്തില്ല. കോഴ്സ് പഠിക്കണം, പക്ഷെ വേലയും ശുശ്രൂഷ കോഴ്സ് അല്ല. ഹല്ലേലൂയ. 50,000 രൂപ അല്ല 1,00,000 രൂപയ്ക്ക് മേളിലുള്ള തുക 3 വർഷം പഠിച്ചിറങ്ങുമ്പോ അങ്ങ് പോയി കിട്ടും. 3 വർഷമുള്ള അരിയും പയറും എല്ലാം തിന്ന് തീർക്കാന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലൈഫ് അനുസരിച്ച് ഇങ്ങനെയൊന്നും അല്ല കാര്യം പോകുന്നു മനസ്സിലാക്കണം. കർത്താവ് ഇങ്ങ് ഇറങ്ങി വന്നപ്പോഴത്തേനും ലാസറിന്റെ വീട്ടിൽ ചെല്ലാതെ വീണ്ടും അവിടെ 3 ദിവസം ഇരുന്നു. ബൈബിൾ കോളേജിൽ പോയതാണ്, രാവിലെ ബെല്ലടിക്കുമ്പോഴേ പോകേണ്ടത് ആള് പോയോ? ഇതൊക്കെ നമുക്ക് വിടാം. ഞാനിപ്പോ ന്യൂ ജനറേഷന്റെ നടക്കുന്നു നിൽക്കട്ടെ. എന്താ വാക്യം വായിച്ചേ? ഇപ്പൊ വായിച്ച വാക്യം എന്നാ? തന്റെ ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നോസിന്റെ പാഠശാലയിൽ ശ്രദ്ധിക്കണം, തന്റെ ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നോസിന്റെ പാഠശാലയിൽ വചനം പഠിക്കുവാനായിട്ട് കൂടി വന്നു. വല്ല കുഴപ്പമുണ്ടായോ? ഇന്ന് വചനം പറയുമ്പോ ചിലർക്ക് ശുശ്രൂഷ വെളിപ്പെടത്തില്ല. നല്ല ഭയങ്കര അത്ഭുത രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നവൻ ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് സത്യവചനം പ്രസംഗിക്കുന്ന ഉപദേശത്തിൽ പ്രസംഗിക്കുന്നവനെ കൊണ്ട് ഒരു സ്റ്റേജിൽ പ്രസംഗിപ്പിച്ചിട്ട് അതേ സ്റ്റേജിൽ രോഗശാന്തി ശുശ്രൂഷ ഭൂതശാന്തി ശുശ്രൂഷ വെളിപ്പെടുമെന്ന് നോക്കണം കേട്ടോ. പറ്റുമോ? ചലഞ്ചാ. ഇന്ന് കസോത്രം ഹല്ലേലൂയ സ്തോത്രം. എല്ലാ അത്ഭുത രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നവർക്ക്, പ്രവചിക്കുന്നവർക്ക്, യഥാർത്ഥ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നവരുടെ പ്രസംഗ ആത്മീക ശുശ്രൂഷയ്ക്ക് ശേഷം അതേ സ്റ്റേജിൽ ഈ രോഗശാന്തി ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയാം, 1% പോലും കാണത്തില്ല ചെയ്യുന്നത്. കാര്യം ആ വചന ശുശ്രൂഷ കഴിയുമ്പോ ഈ ഒരു ജീവിയുണ്ട്, ആ ജീവിക്ക് ഒരു സാധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നാ ഉണ്ടാകുന്നത് അല്ലേ? അണ്ണാനെ കണ്ടില്ല? അണ്ണാന്റെ കയ്യിലിരിക്കുന്ന സാധനം പോയാൽ അണ്ണാൻ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കുന്ന കുറെ പേരുണ്ട്. എന്താ കാരണമെന്നറിയാവോ? ദൈവാത്മാവിൽ പൗലോസ് തുറന്നോസിന്റെ പാഠശാലയിൽ ദിനംപ്രതി ചേർന്ന് വചനം പഠിപ്പിച്ചും തർക്കിച്ചും വാദിച്ചും മുമ്പോട്ട് പോകാൻ ഇടയായി തീർന്നു. ചിലർ പറയുന്നവരുടെ സത്യവചനം യഥാർത്ഥമായിട്ടോ ശക്തമായിട്ടോ പ്രസംഗിക്കുന്നവർക്ക് അതേ ഉള്ളൂ, വേറെ ശുശ്രൂഷയൊന്നും ഇല്ലെന്ന്. അങ്ങനെ കുറെ തള്ളമാര് ഇറങ്ങിയിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. അന്നതാണെന്ന് ചോദിച്ചാൽ അവര് നോക്കുന്നതാണ് യേശുവിന്റെ നാമത്തിൽ ഇങ്ങനെ നിൽക്കുക. വർഷമായി കുറെ എണ്ണം. എന്താ കാരണം എന്നറിയാം? ഉപയോഗിക്കപ്പെടേണ്ടത് ഉപയോഗിക്കപ്പെടുന്നില്ല. നീ ഉപയോഗിക്കപ്പെടാതിന് ഒറ്റ കാരണമുള്ളൂ, ജീവന്റെ വചനത്തോട് നിന്റെ മറുതലിപ്പാ നിന്നെ ഇത്ര എത്തിച്ചേക്കുന്നേ. നീ ദൈവവചനത്തോട് സത്യമായിട്ട് നിൽക്കുവാൻ വിശ്വസ്തത പുലർത്ത്, ദൈവം നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങും. ഇത് വചനത്തിൽ സത്യമൊന്നുമില്ല. പൗലോസ് ചെയ്തത് കണ്ടോ? എന്താ ചെയ്തത്? തുറന്നോസിന്റെ പാഠശാലയിൽ എന്ത് ചെയ്തു? പാഠശാലയിൽ ദിനം പ്രതി സമ്പാദിച്ചു പോകുന്നു. അടുത്തത് നമ്മൾ എല്ലാ ദിവസവും നമ്മളൊരു മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ നമ്മൾ ഒരാഴ്ചയിൽ പറയും, ബ്രദറെ നമ്മൾ ഇങ്ങനെ പോകണ്ട, നമുക്ക് ആഴ്ചയിലൊന്ന് കൂടിയാൽ മതി എന്ന് പറയും. കാര്യം ആത്മാവ് അത്രേ സമ്മതിക്കുന്നുള്ളൂ. ചിലരിലിരിക്കുന്ന ആത്മാവ് സ്തോത്രം ഹല്ലേലൂയ സമ്മതിക്കുന്നില്ല, വചനം കേൾക്കാൻ സമ്മതിക്കുന്നില്ല. പൗലോസിന്റെ കാലത്ത് നോക്കണം, ദിനംപ്രതി വന്ന് ചേർന്നു എന്ന്. കാര്യം അവരിൽ പരിശുദ്ധാത്മാവായതുകൊണ്ട് ആത്മാവിൽ വളരണമെന്നുള്ള ആഗ്രഹം വരുമ്പോൾ ദിവസങ്ങളും സമയങ്ങളും എല്ലാം മാറ്റിവെച്ച് കർത്താവിന് വേണ്ടി നിൽക്കും. 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചെങ്കിൽ ഇന്നത് നടക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവാണെങ്കിൽ ശിഷ്യന്മാരെ ഉളവാക്കും. അതാണ് പരിശുദ്ധാത്മാവിലാണ് അടിസ്ഥാനമെങ്കിൽ, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ് നിന്റെ പണിയെങ്കിൽ നിന്നിൽ ശിഷ്യന്മാർ ഉളവായി വരും. വായിച്ചേ. 2 സംവത്സരത്തോളം നടക്കുകയാൽ
ഇടയായി. ശ്രദ്ധിക്കണം, ഇന്ന് കർത്താവിന്റെ വചനമല്ല കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുമിച്ച് വാ മകനെ, നിന്റെ ജീവിതത്തിന്റെ സ്ഥിതി ഇന്ന് മാറ്റാൻ പോവുകയാണ്. എവിടെ മാറ്റാൻ പോവുക? എവിടെ മാറ്റാൻ പോവുക? നേരെ സൗഖ്യം വന്ന എത്ര എണ്ണം ഉണ്ട്? കുടുംബം തകരാത്ത എത്ര? ഈ ന്യൂ ജനറേഷന്റെ അകത്ത് ഞാൻ ചോദിക്കുന്നത് എത്ര എണ്ണം ഉണ്ട്? ഒന്ന് അന്വേഷിക്കുക. നടത്തുന്നവർ വലിയവരാകുന്നതല്ലാതെ ഈ പുറകെ ഈ ചുമ്മാ നടക്കുന്ന ഒരൊറ്റ വ്യക്തി സൗഖ്യവും ആയിട്ടില്ല, വീടുകളും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. മനസ്സിലാക്കണം. പക്ഷെ എന്തുകൊണ്ട് അതിന്റെ പുറകെ പോയെന്നറിയാവോ? നിനക്ക് കർത്താവിലല്ല ആശ്രയം, നിനക്ക് ലോകത്തിൽ എങ്ങനെയും രക്ഷപ്പെടണം. ഞാൻ ഇന്നും ഓർക്കുന്നത്, ഒരു ബ്രദർ അല്ലെ വേണ്ട അവിടെ നിന്ന് അവൻ്റെ അടുത്ത് നിന്നോട്ടിരുന്ന ഒരു പാസ്റ്റർ ഇങ്ങനെ വന്നിട്ട് ഏതാ ന്യൂ ജനറേഷൻ ചർച്ചിൻ്റെ അകത്ത കാര്യം പറയുന്നു. പറഞ്ഞു, നിന്റെ അവസ്ഥയൊക്കെ മാറാൻ പോവല്ലേ, നിനക്ക് പിന്നെ ഈ വണ്ടിയുടെ ആവശ്യമില്ലല്ലോ, നീ അനുഗ്രഹിക്കപ്പെടാൻ പോവല്ലേ, അതുകൊണ്ട് നിന്റെ പോക്കറ്റിലുള്ള 1000 രൂപയുടെ ഇങ്ങോട്ട് ഇട്ടേക്കാൻ. നീ നാളെ വലിയ സെറ്റപ്പ് ആകും, കോടികൾക്ക് ആസ്തിയാകുമ്പോ ഇന്ന് നിന്റെ പോക്കറ്റിലിരിക്കുന്ന 100 രൂപയ്ക്ക് വല്ല വിലയുണ്ടോ? അങ്ങനെ നാളകളിൽ ജീവിക്കുവാൻ പഠിപ്പിച്ചിട്ട് ഇന്നുള്ള അവന്റെ നന്മയെ അപഹരിക്കുന്ന കള്ളന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇതൊക്കെ ദൈവം അറിയുന്നുണ്ട്. ന്യായവിധി വരുന്നുണ്ട്, ഒരുങ്ങിയിരുന്ന് വരുന്നോളുക, നിന്റെ തല ഉയർത്തുക, ലോകത്തിന്റെ മേൽ വരുന്നു ദൈവത്തിന്റെ ശിക്ഷാവധി. വായിച്ചേ ഇതൊന്നും പറയല്ല വന്നെങ്കിൽ ചന്ദ്രരോഗത്തെ പിടിച്ച ഇത്ര എത്തി. വായിച്ചോ. ഇടയായി. ശ്രദ്ധിക്കണം, ദൈവം പൗലോസ് മുഖാന്തരം അതായത് മനസ്സിലാക്കണം, ആദ്യം പൗലോസ് വചനത്തിൽ ഉറപ്പുള്ളവനായി ശിഷ്യന്മാരെ വേർതിരിച്ച് അവൻ ദിനംപ്രതി വചനം പറയുകയും തർക്കിക്കുകയും ചെയ്യുന്ന വചന ശുശ്രൂഷയിൽ ഉറച്ചപ്പോഴാണ് ദൈവം വീര്യപ്രവൃത്തി ചെയ്ത്. ഇന്ന് പലര് സ്റ്റേജിൽ കയറുമ്പോഴേ വീര്യപ്രവൃത്തിയാണ്. വ്യത്യാസം മനസ്സിലായ എന്നാന്ന്? അവരാദ്യം വചനം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വീര്യപ്രവർത്തിക്കായിട്ട് ദൈവം ഉപയോഗിച്ചത്. സഭയ്ക്കകത്ത് അഭിഷേകമില്ലാത്ത ഒരു വലിയ കൂട്ടത്തിന്റെ നടുവിൽ പൗലോസ് ചെന്നാൽ പൗലോസ് ഒറ്റ കാര്യം പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തു വിശ്വസിക്കുന്നവന് പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിച്ച് ബലപ്പെടാനാ പറയാൻ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ വന്നിരിക്കുന്ന അഭിഷേകം പോലും ഇല്ലാത്തവൻ പറയുന്നത് പ്രാർത്ഥിച്ചതിന്റെ ഭാവിയെ കുറിച്ച് പറയാനാ പറയുന്നത്. മനസ്സിലായോ? അത്രയും വഷളായി കിടക്കുക പല സംഘടനകളും. വായിച്ചേ. ശ്രദ്ധിക്കണേ, ഈ പറയുന്ന സമയത്ത് ദൈവം അസാധാരണമായി വീര്യപ്രവൃത്തി ചെയ്യുന്ന എന്താണെന്നറിയാമോ? എല്ലാവരുടെയും ശ്രദ്ധ വചനം സത്യമായി പ്രസംഗിക്കുന്ന പൗലോസിലേക്ക് തിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. നാം പ്രസിദ്ധമാകണമെന്ന് ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, അവന്റെ മാറ്റമില്ലാത്ത വചനത്തിന് വേണ്ടി നിൽക്കണം. നീ മാറ്റമില്ലാത്ത വചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ സകലരുടെ ശ്രദ്ധ നിന്നിലേക്ക് തിരിക്കുവാനാണ് കർത്താവ് ഇറങ്ങി വന്നിരിക്കുന്നത്. നീ ഇങ്ങനെ ചൊരങ്ങും ഉളുക്കും മാറ്റുന്ന പ്രാർത്ഥനയായിട്ടിരുന്ന നിന്നിലേക്ക് എന്നാ ശ്രദ്ധ തിരിക്കുമെന്നാ പറയുന്നത്? പിശാച് പോലും തിരിഞ്ഞു നോക്കില്ലല്ലോ, അല്ലേ? ചിലർ വരുമ്പോ ചോദിക്കുന്നുണ്ട്, വിടുതൽ ശുശ്രൂഷ ഉണ്ടോന്ന് ചോദിക്കുന്നത്. ഒരു കൊട്ടക്കകത്ത് കിട്ടുവാൻ വണ്ടിയുടെ പുറകിൽ ഇരിപ്പുണ്ട്, ചാക്കിന്റെ അടിയിലായിട്ട്, അല്ലേ? അത് നമ്മുടെ നാട്ടുവാഴയല്ലേ, അല്ലേ? എന്താ വണ്ടിയുടെ പുറകിൽ ചാക്കിന്റെ അകത്ത് ഇരിപ്പുണ്ട്, എന്താന്നാ? വിടുതൽ ശുശ്രൂഷ. അതെടുത്തോണ്ട് വന്നാ ഇപ്പൊ എല്ലാവർക്കും 1 കിലോ അളന്ന് തൂക്കി വിടുതല് കൊടുക്കുന്നതായിരിക്കും. മേടിക്കുന്നവർക്ക് ആർക്കും അഭിഷേകത്തിന്റെ ആവശ്യമേ ഇല്ല, അല്ലേ? ജീവിതത്തിൽ വിശുദ്ധിയുടെ ആവശ്യമില്ല, ക്രമീകരണത്തിന്റെ ആവശ്യമില്ല. നിങ്ങളിവിടെ വന്നാ മതി. വന്നു കഴിഞ്ഞു പിന്നെ കഞ്ഞിയും കുടിച്ച് വീട്ടിൽ പോകാം. ആമേൻ. എങ്ങനെയുണ്ട് സംഭവം? ഈ കഞ്ഞിയൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കുന്ന പ്രസ്ഥാനം വളരെ പരിശോധിക്കണേ. ഈ ജനത്തിന്റെ കണ്ണ് തുറക്കാത്ത പണിയൊക്കെ കഞ്ഞിക്ക് അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അറിയുന്നത് മറ്റു പല റിസോഴ്സിൽ നിന്ന് അറിയുന്നത്. ഈ കഞ്ഞിയൊക്കെ സ്ഥിരം കൊടുക്കുന്നത് വളരെ നല്ലതാണ്, പക്ഷെ കഞ്ഞിക്കകത്തൂടെ പണി കിട്ടിയവരും ഉണ്ട്. ആമേൻ. അതുകൊണ്ട് കഞ്ഞിക്ക് കൊടുക്കുന്നവർ ന്യായവിധി ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് ചമ്മന്തി മുക്കി അങ്ങ് കൊടിച്ചോണം. വായിച്ചേ. ശ്രദ്ധിക്കണം, രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും
ചെയ്തു. കാരണം എന്നാ, ദൈവം ഇവിടെ എന്താ ചെയ്യുന്നറിയാം? പൗലോസ് പ്രസംഗിക്കുന്ന സത്യവചനം യഥാർത്ഥമാണെന്ന് വെളിപ്പെടുവാൻ പൗലോസിൽ നിന്ന് കൊണ്ടുപോകുന്ന റോമാലിൽ നിന്നും ഉത്തരവിൽ നിന്നും എന്ത് സംഭവിക്കുന്നു? അതിൽ വ്യാപരിക്കുന്ന ദൈവശക്തി അവരിലിരിക്കുന്ന ഭൂതാത്മാവിൽ നിന്നും രോഗബന്ധനത്തിൽ നിന്നും അഴിച്ചു മാറ്റുവാൻ ഇടയായിത്തീരുന്നു. അതിന് പൗലോസ് പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനയും നടത്തിയില്ല. ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ദൈവശക്തി ഇവിടെ വ്യാപരിക്കുവാൻ ഇടയായിത്തീരുന്നു. ആ വ്യാപരിക്കുന്ന ദൈവശക്തിയിൽ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. ആമേൻ. അതുകൊണ്ട് സകലരുടെ ശ്രദ്ധ പൗലോസിലേക്ക് തിരിക്കാനാണ് ദൈവം അങ്ങനത്തെ കാര്യം. അല്ല, അവിടെ ഒരു രോഗിയെയും കണ്ടിട്ടല്ല, ഒരു രോഗിയുടെ ഒരു കഷ്ടം പിടിച്ച സാക്ഷ്യം കേട്ടിട്ട് ഒന്നുമല്ല അവിടെ സൗഖ്യം വന്നത്. ഇന്ന് വെറുതെ ഒരു വായിക്ക് കൊടുത്തിട്ട് ചോദിക്കുകയല്ലേ, സഹോദരിക്ക് എന്നാ പറ്റി? അപ്പൊ സഹോദരി, ഞാൻ ഇന്നലെ വരെ ആശുപത്രിയിലായിരുന്നു. അയ്യോ, ഈ സഹോദരി നമുക്ക് എല്ലാവർക്കും ഒന്ന് കൈപൊക്കി ഒന്ന് ഈ വക ഒരു അലമ്പ് 1-ാം നൂറ്റാണ്ടിൽ, ഈ വക ഒരു അഴുക്കും 1-ാം നൂറ്റാണ്ടിലില്ലായിരുന്നു. മനസ്സിലായോ? പൗലോസ് ശിഷ്യന്മാരെ വേർതിരിച്ച് സത്യവചനത്തിന് വേണ്ടി, വചനത്തിന്റെ സത്യം നിലനിൽക്കുവാൻ ഇവിടെ വലിയൊരു കലശൽ നടന്നു. അപ്പോൾ തന്നെ ശിഷ്യന്മാരെ വേർതിരിച്ച് അതിലേക്ക് നിന്നു. ഇന്നുള്ള പല അപ്പോസ്തലന്മാർക്കും തിരുവെടുത്ത് യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചാൽ അവരുടെ അഭിഷേകം ഏത് കണ്ടം വഴി പോയി നോക്കിയാൽ മതി. പിന്നെ അവിടെ ശുശ്രൂഷയും കാണില്ല. ഒരു വളിച്ച ചിരി മാത്രമേ പിന്നെ അവശേഷിക്കത്തുള്ളൂ. എനിക്കറിയാം വളിച്ച കുറെ ചിരി മാത്രമേ മുഖത്ത് അവശേഷിക്കത്തുള്ളൂ. കാര്യം അവര് ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്നില്ല. പലരും പറയാതെ പറ്റത്തില്ല. അവസാന നാളല്ലേ, ഞാനെങ്കിലും ഇങ്ങനെ പറയട്ടെ. കാര്യം ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം വീരിക്കുമ്പോൾ പുറകിൽ നിന്നോണ്ട് ഇച്ചിരി നന്മയൊക്കെ പ്രാപിച്ചോണ്ട് പറഞ്ഞിടത്ത് കയറി ഇരിക്കാം. അപ്പോൾ ഇന്ന് വലിയ മഹാന്മാരുടെ കയ്യിൽ എന്തൊക്കെ കിട്ടും അന്ന് കാണാമല്ലോ. അമ്മേൻ വായിച്ചാട്ടെ. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ശ്രദ്ധിക്കണം, ഇവിടെ മന്ത്രവാദികൾ നോക്കുമ്പോൾ ഇവർ കൊണ്ടു നടക്കുന്ന ശക്തികൾ, ഇവിടെ ഇപ്പൊ പൈശാചിക തലത്തിലേക്ക് പിന്നെ വീണ്ടും വരുന്നത്, ഇവർ കൊണ്ടു നടക്കുന്ന, ഇവർ സേവിച്ച് ശരീരത്തിൽ കുടിയിരുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ പല കാര്യത്തിൽ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ മന്ത്രവാദം ചെയ്യുന്നവരിൽ അവരുടെ കയ്യിൽ ചില സാധനങ്ങൾ കാണും അല്ലേ? അതിലായിരിക്കും ആ ശക്തി ഇരിക്കുന്നത്. ചിലര് ആവശ്യം വരുമ്പോൾ അതിനെ കയറി പിടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അതിനെ വെച്ച് മന്ത്രം ജപിക്കുന്നവരുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ അവര് സേവിക്കുന്ന ശക്തി അവിടെ വ്യാപരിക്കും. ഇതാണ് നടക്കുന്നത്, നമുക്കറിയാത്. അപ്പോൾ ഈ ശക്തി അവിടെ വ്യാപരിക്കുമ്പോ അല്ലെങ്കിൽ ആ ശക്തി കൊണ്ട് അവിടെ ചെയ്തെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാലഘട്ടം 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചു. പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ എന്ത് സംഭവിച്ചു? ഈ റോമാല ഒത്തിരി എല്ലാം കൊണ്ടുവന്ന് രോഗികളുടെ മേലിരിക്കുന്നു, ഭൂതം ബാധിച്ചവരുടെ മേൽ ഇടുമ്പോൾ ഒരു പ്രാർത്ഥന പോലും ചെയ്യാതെ ഭൂതം വിട്ടുപോകുന്നു, രോഗം വിട്ടുപോകുന്നു. അപ്പോൾ പൗലോസിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം പ്രസിദ്ധമായി. മനസ്സിലായോ? ഒന്നും ചെയ്യണ്ട, സ്വന്തം ഹാളലി ആ വ്യക്തിയിൽ ഇരിക്കുന്ന ദൈവശക്തിയുടെ മഹത്വം ദൂരെ ഇരിക്കുന്ന വ്യക്തിയിൽ വരെയും വ്യാപരിക്കുന്ന അത്ര വലിയൊരു മഹത്വം വന്നപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ മന്ത്രവാദി ഇവന്റെ മന്ത്രവാദം ചെയ്യുന്ന ആ ബുദ്ധി കൊണ്ട് കാര്യങ്ങളെല്ലാം ചിന്തിച്ചു. ശ്രദ്ധിക്കണം കേട്ടോ, മാനസാന്തരപ്പെടാത്ത നിന്റെ തലച്ചോറ് കൊണ്ട് ആത്മീയ കാര്യത്തെ ചുരുട്ടിയെടുക്കാൻ നോക്കിയാൽ നിന്റെ തല കാണത്തില്ല. അല്ലേ? അതല്ലേ തോന്നുന്നത്? ആളുകൾ എന്താ മനസ്സിലാക്കിയത്? അവൻ മന്ത്രവാദം ചെയ്യുന്ന മാനസികാവസ്ഥയിലാണെന്ന് ഓർക്കണം. ഏത് കൈകാര്യം ചെയ്തു? ദൈവവചനം കൈകാര്യം ചെയ്തു. യേശുവിന്റെ നാമത്തിൽ. കാര്യം പൗലോസ് ഇത്രേ ഉള്ളൂ. അപ്പൊ മനസ്സിലാക്കേണ്ട, പൗലോസ് സേവിക്കുന്ന ദൈവത്തെയും ചെറുതാക്കി കണ്ടുകൊണ്ട് ഇപ്പൊ മറ്റൊന്നും വർക്കാകാതെ വരുമ്പോൾ ഇപ്പോൾ യേശുവിന്റെ നാമം പറയുക. അപ്പൊ ശ്രദ്ധിക്കണം, ഈ മന്ത്രവാദത്തിന്റെ ഒരു ബലഹീനത ശ്രദ്ധിക്കണം. ചില ശക്തി കുറച്ചു നാളെ ചിലരുടെ കൂടെ നിൽക്കൂ. അത്രയൊക്കെ ഉള്ള ആ ശക്തിക്ക് കുറച്ചു നാള് അതിന് സേവിക്കുന്ന കാലഘട്ടത്തിൽ, അതായത് എക്സ്പയറി ഉണ്ട് ഈ സാധനത്തിനൊക്കെ. ആ സാധനത്തെ സേവിക്കുക, അല്ലെ ഒരു ശക്തിയെ ആവാഹിച്ചു കൊണ്ട് നടന്നാൽ, അല്ലെ കൂടെ കൊണ്ട് നടന്നാൽ അതിന് കുറച്ച് കാലഘട്ടമായി ഈ വ്യക്തിയുടെ കൂടെ നിൽക്കാൻ കഴിയത്തുള്ളൂ. അത് കഴിയുമ്പോൾ അവന്റെ ശക്തി പോയി. പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നുമില്ല, ഉറങ്ങുന്നതുമില്ല. ആ കർത്താവ് നമ്മോട് കൂടെ നിൽക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് രാവിലെ ആയെന്നും പറഞ്ഞുകൊണ്ട് ഉണർത്താനും പോകേണ്ട, രാത്രി ആയെന്നും പറഞ്ഞുകൊണ്ട് സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കാൻ ഈ ശക്തിക്ക് പോകേണ്ട കാര്യമില്ല. മനസ്സിലാകുന്നു? രാവിലെ ചെറിയ ബെഡ് കോഫി ആയിട്ട് ചെല്ലുക, എന്നാ എഴുന്നേക്ക്, ശക്തിയെ വിളിക്ക്, ഉണർത്തുക. രാത്രി കിടക്കാൻ നേരത്ത് കൊണ്ട് ഉറക്കാനും വിടുക. ഇങ്ങനെയൊന്നുമല്ല കർത്താവ്, അല്ലേ? അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ കർത്താവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞാൽ മാത്രം അവനെ സേവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മന്ത്രവാദികൾ, യഹൂദന്മാർ ഏറ്റവും നല്ല സൂപ്പർ മന്ത്രവാദം യഹൂദന്മാരുടെ മന്ത്രവാദമാണ്.
കാര്യം എന്താണെന്നറിയാം, അവരിൽ അത് ഇരട്ടിയായിട്ട് വ്യാപരിക്കുന്നതിന് ഒറ്റ കാരണമുള്ളൂ. എഴുതിയിരിക്കുന്ന തിരുവചനം അനുഷ്ഠിക്കാതെ അനുസരിക്കാതെ അതിനോട് മറുതലിക്കുമ്പോൾ അവരിലിരിക്കുന്ന ആ തീരുമാനത്തിൽ ഇരട്ടിയായിട്ട് ഭൂതാത്മാവിടെ വ്യാപരിക്കും. പിടികിട്ടിയോ? ഇരട്ടിയായിരിക്കും സ്പിരിറ്റ് വ്യാപരിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കണം, ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാത്ത, പൗലോസ് ആരാന്ന് അറിയാത്ത ഒരു യഹൂദ മന്ത്രവാദികൾ അവരെന്ത് ചെയ്തു? പൗലോസിനെ അപ്പൊ വായിച്ച വാക്യം വായിച്ചേ. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ ശ്രദ്ധിക്കണം, സ്കേവ എന്ന പുരോഹിതൻ. മനസ്സിലാക്കണം, ഈ പഴയ നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുമ്പോഴേ ഈ പുരോഹിതന്മാരായിട്ട് അവരുടെ മക്കള് നേരെ വന്നില്ലെങ്കിൽ കൂട് കൊടുക്കുകയെല്ലാം തീരുന്ന കണ്ടിട്ടുണ്ട് അല്ലേ? പണ്ടൊരു പുരോഹിതൻ ഉണ്ടായിരുന്നു, ആരെ? ഏലി പുരോഹിതൻ. മക്കൾ ഹോഫ്നി വിനഗാസും. ഹോഫ്നി വിനഗാസ് അല്ലേ? ഹോഫ്നി വിനഗാസ് അല്ലേ? അതെ അതെ അതെ, ഹോഫ്നി വിനഗാസ്. ഇവർ രണ്ടുപേരും എന്നാ ചെയ്തു? ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് അവിടെ സഹോദരം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം എല്ലാം വരുന്നതിന് മുമ്പേ അവര് ചാപ്പിടാൻ തുടങ്ങി, കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, മടുത്തു. മാത്രമല്ല വ്യഭിചാരം ചെയ്യാൻ തുടങ്ങി. മനസ്സിലാക്കട്ടെ, പൗരോഹിത്യ വസ്ത്രവും വ്യഭിചാരവും നല്ല കോമ്പിനേഷൻ അല്ലേ? അല്ലേ? പൗരോഹിത്യ വസ്ത്രം ഇടും, വ്യഭിചാരവും നടക്കും. കൊള്ളാം അല്ലേ? അങ്ങനെയുള്ളതിനെയൊക്കെ കർത്താവ് അടിച്ച് കൃപിക്കരയാക്കി വിടുന്നതാ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കുടുംബം അങ്ങ് തീർന്നു അല്ലേ? ആരെ വിളിച്ചപ്പോഴാന്ന് ഓർക്കണം? ശമൂവേലിനെ വിളിക്കുമ്പോഴാ. മനസ്സിലാക്കണം, ഒരു തലമുറയിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരുവൻ ഉണ്ടെങ്കിൽ മറുവശത്ത് അനുസരണക്കേടിൽ ഇരിക്കുന്നവനും അവന്റെ കുടുംബവും വീഴുന്നത് ശമൂവേല് കാണേണ്ടതായിട്ട് വരും. വായിച്ചേ 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 വായിച്ചേ. യേശുവിനെ ഞാൻ അറിയുന്നു. ശ്രദ്ധിക്കണേ, ഭൂതാത്മാവ് പറയുന്നു കേട്ടോ, അവൻ കടന്ന് പ്രവർത്തിക്കുന്ന ഇടത്ത് അവിടെ ആത്മമണ്ഡലത്തിൽ ചില കാര്യങ്ങൾ നടക്കുകയാണ്. ക്രിസ്തുവിന്റെ സത്യവചനം യഥാർത്ഥമായി പൗലോസ് പ്രസംഗിക്കുന്നത് കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുവാൻ ദൈവം തന്നെ ദൈവത്തിന്റെ മഹത്വവും ശക്തിയോടെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പൗലോസിന്റെ മേലിരുന്ന ഒരു ടവലാകട്ടെ, ഒരു ഹാങ്കർചീഫ് ആകട്ടെ, ഇത് കൊണ്ടുപോയി എവിടെ കൊണ്ട് ഇടുമ്പോഴാ? രോഗിയുടെ മേൽ കൊണ്ട് ഇടുമ്പോൾ ഇത് വീഴുമ്പോൾ തന്നെ ഭൂതാത്മാവ് വിട്ടുപോകുന്നത് പൈശാചിക മണ്ഡലം കണ്ടുകൊണ്ടായിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ അവിടെ പറയുന്നു, സ്വതന്ത്രം രോഗം ബാധിച്ച ഭൂതാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയിലിരിക്കുന്ന ഭൂതാത്മാവ് പൗലോസിന്റെ മേലിരിക്കുന്ന ആ സ്വന്തം തുണി അവന്റെ മേൽ വീണപ്പോൾ തന്നെ സ്വന്തം അവനിലിരിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നത് പൈശാചിക മണ്ഡലം കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഇവിടുന്ന് സത്യവചനം പ്രസംഗിക്കുമ്പോൾ ചോദിക്കും ഇവിടെ എന്നാ നടക്കുന്നതെന്ന്. ഇവിടെ നടക്കുന്ന എന്നാന്ന് മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലോ ഇവിടെ ഒരു ഭൂതാത്മാവ് ഇവിടെ വന്നു നിന്നാ ചോദിച്ചു നോക്കാം ഇവിടെ നടക്കുന്ന എന്നാന്ന്. ഇവിടെ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി നിൽപ്പുണ്ട്, അഗ്നി അശ്വങ്ങൾ അഗ്നി രഥങ്ങളും ഇറങ്ങിയാ നിൽക്കുന്നത്. ഇവിടെ ഒരു പണിയും നടക്കത്തില്ല, ഒരാഭിചാരം ഇവിടെ ജയിക്കത്തില്ല. വായിച്ചാട്ടെ. ദുരാത്മാവരോട് പരിചയമുണ്ട്. എന്നാൽ നിങ്ങളാര്? ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിക്കണം. സാത്താനെ സേവിച്ച് ആ സാത്താന്റെ അല്ലെങ്കിൽ ഭൂതാത്മാവിനെ സേവിച്ച് ആ ഭൂതത്തെ കൊണ്ട് തന്നെ മറ്റൊരു ഭൂതത്തെ ഇറക്കിയും പ്രവചിച്ചും നടക്കുന്ന മന്ത്രവാദിക്ക് ഇപ്പം അവൻ സേവിക്കുന്ന ശക്തി എതിരാ. ചിന്തിച്ചേ, ഒരു മന്ത്രവാദി അവൻ സേവിക്കുന്ന ഭൂതാത്മാവ് അവൻ എതിരായിട്ട് തീരുമോ എന്ന് നമ്മൾ ചോദിക്കും. തീരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. മനസ്സിലായോ? അപ്പോൾ മന്ത്രവാദം ചെയ്യുന്നവന്റെ സേവിക്കുന്ന ശക്തി അവൻ എതിരായിട്ട് തീരുവാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. എവിടെ അങ്ങനെ സംഭവിക്കുള്ളൂ? വെങ്ങല്ലൂരും അങ്ങനെ സംഭവിക്കത്തുള്ളൂ. വായിച്ചോ വായിച്ചോ വായിച്ചോ. ശ്രദ്ധിക്കണം, അടുത്തത് ഇതാരാ? ഈ സ്കേവ എന്ന പുരോഹിതന്റെ 7 മക്കളോ 6 മക്കളോ 7 മക്കൾ. അവര് മന്ത്രവാദം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 7 മക്കളുടെ മേൽക്ക് ഈ ഭൂതാത്മാവ് ചാടി വീഴുകയാണ്. അപ്പൊ ചോദിക്കട്ടെ, ഇവര് പഠിച്ച മന്ത്രക്രിയകളൊന്നും ഈ ശക്തിയെ തടുക്കാൻ പ്രാപ്തമല്ലേ?
അവനെ തിരിച്ച് ഇത് ഉപദ്രവിക്കുവാൻ ഈ ഭൂതാത്മാവ് അവന്റെ വീട്ടിലേക്ക്, അവന്റെ നന്മയിലേക്ക് ചാടിക്കേറിയപ്പോൾ മന്ത്രം ചെയ്ത് എന്താ ഈ ഭൂതാത്മാവിനെ ഓടിക്കാത്തത്? കാരണം എന്നാന്നറിയാവോ? കർത്താവ് ഒന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിശാചിന് അത് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഒരു മന്ത്രവാദം പിന്നെ അവിടെ ഫലിക്കത്തില്ല. വായിച്ചാട്ടെ. അവരുടെ മേൽ ചാടി അവരെ എല്ലാവരെയും കീഴടക്കി. ശ്രദ്ധിക്കണം, അവരെല്ലാരെയും. അതുകൊണ്ട് സത്യവചനം പ്രസംഗിക്കാൻ പൗലോസിൽ വ്യാപരിച്ചവൻ നമ്മോടുകൂടെ ഇന്നിവിടെ ഉണ്ടെങ്കിൽ ഒരാഭിചാരവും ജയിക്കത്തില്ല. കാര്യം കർത്താവ് ഇറങ്ങി വന്നത് അവന്റെ സത്യവചനം വെളിപ്പെടുത്തുവാൻ. ഇന്ന് നമ്മൾ ആരംഭത്തിൽ പ്രസംഗിച്ച ആ സങ്കീർത്തനം എടുത്ത്, ആ സങ്കീർത്തനത്തിന്റെ വാക്യമുണ്ട്. നമ്മൾ എന്നാൽ ഈ ഭാഗം നമ്മൾ സങ്കീർത്തനം എടുക്കണ്ട. ഈ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഇവിടെ സങ്കീർത്തനം എടുക്ക. വായിച്ച വാക്യം. പരിചയമുണ്ട്. ശ്രദ്ധിക്കണം, ഇവിടെ ചോദ്യം തുടങ്ങുകയാണ്. ഇതുവരെ പരിചയമുണ്ടെന്ന് വിചാരിച്ചോണ്ടിരുന്ന ശക്തി ഇപ്പൊ എതിരായിട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ ആരാണ്? നിങ്ങളെ ഞാൻ അറിയുന്നില്ല. നിങ്ങൾ അവന്റെ നാമം പറയാൻ നിങ്ങൾ ആരാണ്? മനസ്സിലാക്കേണ്ട, സത്യവചനം പ്രസംഗിക്കുമ്പോൾ സകല ഭൂതങ്ങളും സകല ദുർഭൂത ശക്തികളും ക്രിസ്തുവിന്റെ മുമ്പിൽ വിറയ്ക്കുകയും അല്ലെങ്കിൽ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നമുക്ക് കർത്താവ് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാ? ഏത് പിശാചെ എതിർത്ത് നിൽക്കുന്നതെന്ന് പറയാ? ഏത് പൈശാചിക ശക്തി എതിർത്ത് നിൽക്കുന്നത്? ഏത് ആഭിചാരമാണ് എതിർത്ത് നിൽക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ നാമം പ്രസംഗിക്കുമ്പോൾ, മരണത്തെയും പാതാളത്തെയും ജയിച്ച നാമത്തെ പ്രസംഗിക്കുമ്പോൾ ഏത് ഇരുട്ടിന്റെ ശക്തിയോടെ നിൽക്കുന്നത്? ആ സത്യ വെളിച്ചമാണ് ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. ആ സത്യ വെളിച്ചം ഇവിടെ വെളിപ്പെടുമ്പോൾ അതിന് പ്രതികൂലമായിട്ട് ഒരു ശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച 138 സങ്കീർത്തനത്തിൽ അതിന്റെ 7-ാം വാക്യം വായിക്കുന്നത്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. അടുത്ത വാക്യം, എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ. എങ്ങനെ ഇവിടെ ക്രോധമാകുന്നത്? സത്യവചനത്തിന് നേരെ നിൽക്കുന്ന പൗലോസ് സത്യവചനം പ്രസംഗിക്കുകയും താൻ ശിഷ്യന്മാരെ വേർതിരിക്കുകയും ചെയ്തപ്പോൾ ഇത് കണ്ടുകൊണ്ട് ദൂരെ നിൽക്കുന്ന മന്ത്രവാദികള് അവരെന്ത് ചെയ്യുന്നു? പൗലോസിന്റെ പേര് എന്നെ കാണിക്കുന്നു, ഇവിടെ വിടുതൽ ശുശ്രൂഷ നടത്തി തുടങ്ങുക. മനസ്സിലാക്കണം, അവിടെയാണ് വിഷയം. ഒരു ദൈവ പൈതലിനെ കർത്താവ് ഒരു ദേശത്തിലാക്കിയാൽ അവനോടുകൂടെ അയച്ചവൻ നിൽക്കുക തന്നെ ചെയ്യും. അല്ലാതെ വിട്ടിട്ട് പോകുന്നവനല്ല നമ്മുടെ ദൈവം. അയച്ച കർത്താവ് അയക്കപ്പെട്ടവരോടുകൂടെ വ്യാപരിക്കുവാൻ തുടങ്ങും. ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടും. ഇവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സങ്കീർത്തനം എന്റെ ശത്രുക്കളുടെ ക്രോധത്തിൽ നീ കൈ നീട്ടും, നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. അടുത്ത വാക്യം ശ്രദ്ധിക്കണം, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി. ശ്രദ്ധിക്കണം കേട്ടോ, ദേശത്ത് സത്യവചനം പറയുമ്പോൾ മറ്റ് ചില മേഖല, ഇരുട്ടിന്റെ മേഖലകളിൽ സമാപ്തി വന്നുകൊണ്ടായിരിക്കുന്ന ഈ വചനത്തിന്റെ ക്രിയ ചെയ്യാതെ ഇന്ന് പകൽ വരെ മടങ്ങി വരത്തില്ല. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? സമാപ്തി വരുത്തുന്നവനാണ് നമ്മുടെ കർത്താവ്, അല്ലേ? അങ്ങനെ വായിക്കുന്ന എന്താണ്? സമാപ്തി വരുത്തും. അടുത്തത്, യഹോവേ നിന്റെ ദയ എന്നേക്കുമുള്ളത്. അടുത്തത്, തൃക്കൈയുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കുന്ന. തൃക്കൈയുടെ പ്രവൃത്തി എന്താ നമ്മൾ വായിച്ചെന്താ? തൃക്കൈയുടെ പ്രവൃത്തി എന്താണ്? ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ കൈ നീട്ടും. അതാണ് തൃക്കൈയുടെ പ്രവൃത്തി. നമ്മുടെ വൈരിയുടെ നേരെ കൈ കർത്താവ് നീട്ടിയാൽ ആ ക്രോധത്തെ ശമിപ്പിക്കും, അതിനെ കെടുത്തി കളയുന്ന ഒരു നാമമാണ് നമ്മുടെ നടുവിലുള്ളത്. സ്വത്രം ഈ വചനങ്ങൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് പകൽനേരം നമ്മൾ കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുമ്പോൾ, അവന്റെ വചനത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ, അതിലെ പൈശാചിക മണ്ഡലം ഇളകുമാറ് കർത്താവിന്റെ കാലം ഇടപെടുവാൻ ഇടയായി തീരും. അതിൽ കർത്താവ് നമ്മളെ സ്ഥിരപ്പെടുത്തുന്നത്, ഉറപ്പിക്കുന്നത് തന്റെ മഹത്വത്തിനു വേണ്ടിയാണ്. നമ്മെ അസാധാരണമായ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നാലോ, ആരൊക്കെ എതിർപ്പ് പ്രവർത്തിച്ചാലോ മനസ്സിലാക്കണം, ജീവന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: അളവിൽ യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. നമ്മോട് അവന്റെ കടാക്ഷം, കൃപാ കടാക്ഷം നമ്മുടെ മേൽ വരുന്നത് കൊണ്ടാണ് ഇരുട്ടിന്റെ ശക്തികൾ വിട്ടുമാറുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവകൃപയിൽ നമ്മൾ ആശ്രയിക്കാം. ഇന്ന് പകൽ ഈ വചനം സ്വർഗത്തെ നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ കർത്താവ് എത്രയോ അതിശയങ്ങളെ ചെയ്തിരിക്കുന്നു.